الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على حي على الفلاح. حي على الله أكبر الله أكبر. لا إله إلا الله. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم.
مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. गुज़श्ता दो जुमे जर्मनी के सफर की वजह से കഴിഞ്ഞ 2 ജുമാകൾ ജർമ്മനി യാത്ര കാരണം 6 जून ജർമ്മനിയിലാണ് ഞാൻ അനുഷ്ഠിച്ചത്. അവിടെ खिलाफत की ജൂൺ 6 ഖുത്ബയിൽ खिलाफत से वफा के मौजू पर सिर्फ जर्मनी ഖിലാഫത്തിനോടുള്ള അനുസരണം, बल्कि तमाम दुनिया ഖിലാഫത്തിനോട് കൂറ് പുലർത്തൽ എന്നീ വിഷയത്തെക്കുറിച്ച് बाज मिसाल ജർമ്മനിക്കാർക്ക് മാത്രമായിരുന്നില്ല, ലോകത്തുള്ള എല്ലാ ജമാഅത്തുകൾക്കുമായി ഖുത്ബകൾ നൽകിയിരുന്നു. वहाँ की दी थी. बहरहाल मुझे खुशी है कि ചില दुनिया ഉദാഹരണങ്ങൾ ജർമ്മനിയുടെ അവസ്ഥ കാരണം आया അവിടത്തേത് നൽകിയിരുന്നു. तौर पर ഏതായിരുന്നാലും ലോകത്തുള്ള അഹമ്മദികൾ അതിന്റെ പ്രതികരണം അറിയിക്കുകയുണ്ടായി എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. और खास तौर ഖിലാഫത്തിനെ പൂർണ്ണമായും അനുസരിക്കുമെന്നും പൂർണ്ണ കൂറ് പുലർത്തുമെന്നും അറിയിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ചിലർ പറഞ്ഞത് बाज ओहदेदार ഞങ്ങളിലെ हदायत की तावीज़ ചില हैं. ഭാരവാഹികൾ ചില നിർദ്ദേശങ്ങളെ വ്യാഖ്യാനിക്കുകയും വിശദീകരണങ്ങൾ കണ്ടെത്തുകയും होती है ചെയ്തിരുന്നു. मौला ഇനി മുതൽ അങ്ങനെ ഉണ്ടാവുകയില്ല ഇൻഷാ അല്ലാ എന്ന് അറിയിക്കുകയും ചെയ്തു. कायम करता ഇത് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥാപിച്ച ജമാഅത്തിന്റെ മനോഹാരിതയാണ്. तो फौरी तवज्जो होती है. അവരെ ഓർമ്മപ്പെടുത്തിയാൽ ताला ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. सबको അള്ളാഹു इस എല്ലാ में बढ़ाता रहे. അഹമ്മദികളെയും ഈ അനുസരണത്തിലും जैसा कि मैं പുരോഗതി കൈവരിക്കാൻ തൗഫീക്ക് നൽകട്ടെ. बात जलसे के बारे में പൊതുവിൽ बयान करता हूँ ജൽസയ്ക്ക് ശേഷം ജൽസയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയാറുള്ളതാണ്. ഈ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് करूंगा. जलसे भी हुआ, जलसे पर एक रौनक ചില കാര്യങ്ങൾ ഞാൻ പറയുന്നതാണ്. जमात ജൽസ നടന്നു. ജൽസയുടെ ഒരു ഭംഗി उनके शामिल होने से ജമാഅത്ത് അംഗങ്ങളുടെ अहमदी मर्द औरतें സാന്നിധ്യമാണ്. एक खास അഹമ്മദി സ്ത്രീ പുരുഷന്മാരും കുട്ടികളും जलसे में शामिल होते हैं, ഒരു പ്രത്യേക ആവേശത്തോടെ करते हैं शामिल होने. ജൽസയിൽ പങ്കെടുക്കുന്നു. हमारे जलसों की एक रौनक അതിൽ പങ്കെടുക്കാനായി ശ്രമിക്കുന്നു. और गैर मुस्लिम എന്നാൽ ഇപ്പോൾ നമ്മുടെ ജമാഅത്തിന്റെ മറ്റൊരു जो ये देखने और सुनने आते हैं ഭംഗി അനഹമ്മദികളും അമുസ്ലിങ്ങളുമായ അതിഥികളും ഈ ജൽസയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ये होता कैसे? അവർ വരുന്നത് അഹമ്മദികൾ ഇത്രമാത്രം കൊട്ടിഘോഷിക്കുന്ന ജൽസ എങ്ങനെയാണെന്നറിയാനാണ് വരുന്നത്. ये क्या कहते हैं? അഹമ്മദികൾ और अगर अच्छी ഈ ജൽസയിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, എന്താണ് ഇവർ പറയുന്നത്, क्या इन നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ बातों से मुताबिकत रखते हैं या नहीं? അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ, या അതല്ലെങ്കിൽ इस तरह एक इकट्ठ होता है, एक इज्तिमा होता है സാധാരണ और रौनक होती है. ജനങ്ങളുടെ ഒരു ആൾക്കൂട്ടമാണോ, ഒരു യോഗമാണോ, ये देखते हैं കോലാഹലങ്ങളാണോ? जलसे का माहौल तो एक अजीब माहौल होता है. ജൽസയുടെ അന്തരീക്ഷം दुनियावी मेलों ഒരു പ്രത്യേക അന്തരീക്ഷമാണെന്നും तो फिर ഇതിനെ സാധാരണ യോഗങ്ങളോടും സമ്മേളനങ്ങളോടും ഉപമിക്കാൻ കഴിയില്ലെന്നും അവർ കാണുമ്പോൾ मुसलमानों के लिए, मेहमानों के लिए ഈ ജൽസ इस्लाम की खूबसूरत അമുസ്ലിങ്ങൾക്കും और അമുസ്ലിങ്ങളായ അതിഥികൾക്ക് ഇസ്ലാമിന്റെ മനോഹര അധ്യാപനം കേൾപ്പിക്കുന്നതിനും ഇസ്ലാമിനെ കുറിച്ചുള്ള സന്ദേഹങ്ങൾ, സംശയങ്ങൾ അകറ്റുന്നതിനുമുള്ള കാരണമായി തീരുന്നു. गैर मुस्लिम और गैर अहमदी ഇതേപോലെ ചില അമുസ്ലിങ്ങളും यानी हकीकी അനഹമ്മദികളും बारे में कुछ न कुछ मालूमात ली होती हैं. അഹമ്മദിയത്ത്
जलसे के माहौल അതായത് യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് അല്ലറ ചില്ലറ അറിവുള്ളവർ सुनते हैं, ജൽസയുടെ അന്തരീക്ഷത്തെയും പരിപാടിയെയും സ്വന്തം നേത്രങ്ങളെ കൊണ്ട് കാണുമ്പോൾ, माता हो जाते हैं, ചെവികളെ കൊണ്ട് കേൾക്കുമ്പോൾ അവരിൽ ചിലർ ബൈഅത്ത് ചെയ്യാൻ തയ്യാറാകുന്നു, ബൈഅത്ത് ചെയ്ത് തിരിച്ചു പോകുന്നു. ये कुछ अरसे बाद ചുരുങ്ങിയ പക്ഷം के दिल अहमदी की तरफ मुकम्मल കുറച്ചു കാലത്തിന് ശേഷം ചിലരുടെ गोया कि जलसा जहाँ इस्लाम के बारे में ഹൃദയം പൂർണ്ണമായും അഹമ്മദിയത്തിലേക്ക് ചായുന്നു. वहाँ ചുരുക്കത്തിൽ ഈ ജൽസ ഇസ്ലാമിനെ കുറിച്ച് നല്ല അഭിപ്രായം സൃഷ്ടിക്കുന്നതായിരിക്കും. അതേപോലെ തബ്ലീഗിനുള്ള ഒരു മാർഗവും കൂടി ഇത് തുറക്കുന്നു. यकीनन इन बातों का जरिया बना। ജർമ്മനിയുടെ ജൽസയും തീർച്ചയായും ഇതിനെല്ലാമുള്ള കാരണമാവുകയുണ്ടായി. में आने वाले അതിനാൽ बास तासुरात पेश करूंगा। തുടക്കത്തിൽ इस तरह ഞാൻ ആദ്യമായി ताला ജൽസയിൽ വരുന്ന गेस तौर पर ജമാഅത്തിലല്ലാത്ത അതിഥികളുടെ പ്രതികരണങ്ങൾ കേൾപ്പിക്കുന്നതാണ്. അള്ളാഹു അത്ഭുതകരമായ രീതിയിൽ എങ്ങനെയാണ് തന്റെ സഹായവും പിന്തുണയും പ്രകടിപ്പിക്കുന്നത് എന്ന് കാണാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. और फिर सिर्फ കാരണം ഹൃദയം ചായുന്നത് അള്ളാഹുവിന്റെ ഫളില് ഒന്നുകൊണ്ട് മാത്രമാണ്. बल्कि हर जमाती फंक्शन ജൽസ മാത്രമല്ല, इसमें मेहमानों को बुलाया जाता है, അതിഥികളെ ക്ഷണിക്കപ്പെടുന്ന ജമാഅത്തിലെ ഓരോ പരിപാടിയും जरिया बनता है ജമാഅത്തിനെ പരിചയപ്പെടുത്താനുള്ള ഒരു കാരണമായി തീരുന്നതാണ്. कि खूबसूरत तालीम के बताने ഓരോ പരിപാടിയും और ഇസ്ലാമിന്റെ മനോഹര അധ്യാപനത്തെ പറഞ്ഞുകൊടുക്കുന്നതും തബ്ലീഗ് മൈതാനം തുറക്കുന്നതിനും കാരണമായി തീരുന്നു. मस्जिदों की बुनियादें रखने और मस्जिदों ജർമ്മനി സന്ദർശനത്തിൽ മസ്ജിദിന് തറക്കല്ലിടൽ, മസ്ജിദ് ഉദ്ഘാടനം എല്ലാം ചെയ്യാൻ സാധിച്ചു. की वादे हुई जिस पर उन्होंने ഇത് മുഖേനയും ഇസ്ലാമിന്റെ മനോഹര സന്ദേശം ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കാൻ സാധിച്ചു. पहले कभी नहीं അത് അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥ ഇസ്ലാം എന്നും कवरेज दी। ഇങ്ങനെയുള്ള ഇസ്ലാമിനെ കുറിച്ച് നേരത്തെ ഞങ്ങൾ കേട്ടിട്ടില്ലെന്നും പറഞ്ഞു. പത്രങ്ങളും നല്ല കവറേജ് നൽകി. ഇത് മുഖേന आने वाले ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ സന്ദേശം എത്തുകയുണ്ടായി. बयान करता हूँ। ഏതായിരുന്നാലും ജൽസയിൽ വന്ന മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ ഞാൻ കേൾപ്പിക്കാം. मुख्तलिफ हमसाया ममालिक के वफूद भी शामिल हुए और अच्छी खासी तादाद में ജർമ്മനി ജൽസയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിവിധ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘങ്ങളും വന്നിരുന്നു. അവരുടെ നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു. बेल्जियम से आने वाले നല്ലതുപോലെ ആളുകൾ വന്നിരുന്നു. ഫ്രാൻസിൽ നിന്നും ബെൽജിയത്തിൽ നിന്നും വന്ന एस्टोनिया, നവാഗതരും लिथुआनिया, അനുഭാവികളും കൂടാതെ ഇസ്റ്റോണിയ, ക്രൊയേഷ്യ, ലിത്വേനിയ, സർവേനിയ, റുമേനിയ, ഹംഗറി, മോണ്ടിനെഗ്രോ, बुल्गारिया, ബോസ്നിയ, റഷ്യ നാടുകളായ मैसेडोनिया, കൊസോവോ, അൽബേനിയ, ബൾഗേറിയ, जिनमें बच्चे भी थे, मर्द ख्वातीन, മെസഡോണിയ, അവിടങ്ങളിൽ നിന്നും ആളുകൾ വന്നു. കുട്ടികളും സ്ത്രീകളും അനുഭാവികളും അമുസ്ലിങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. मैसेडोनिया से इमसाल जलसे पर 55 अफराद का वफद शामिल हुआ। इसमें 28 മെസഡോണിയയിൽ നിന്നും ഈ വർഷം ജൽസയിൽ 55 ആളുകളാണ് പങ്കെടുത്തത്. അതിൽ 22 ക്രിസ്ത്യാനി സുഹൃത്തുക്കളുണ്ടായിരുന്നു. 10 അനഹമ്മദി മുസ്ലിങ്ങളും 17 അഹമ്മദികളും ആയിരുന്നു. ബൾഗേറിയയിൽ നിന്നും 82 അംഗങ്ങളുടെ സംഘം വന്ന് വളരെ ദൂരയാത്ര ചെയ്താണ് വന്നത്. ഈ സംഘങ്ങളുമായി മുലാഖാത്ത് നടന്നു. ജൽസയുടെ ആത്മീയ അന്തരീക്ഷം അവരെ വല്ലാതെ സ്വാധീനിച്ചു. कबर मुला सबने इजहार किया അവരിൽ ഒരു പ്രത്യേക മാറ്റമുണ്ടായിരുന്നു. അത് ഓരോരുത്തരും പ്രത്യേകം പ്രകടിപ്പിക്കുകയും ചെയ്തു. और खिदमत के जज्बे को, जमात खिदमत के जज्बे को, मेहमाननवाजी के जज्बे को बहुत सराहा। ജമാഅത്തിന്റെ അതിസൽക്കാരത്തെയും സേവനത്തെയും വളരെയധികം പ്രശംസിക്കുകയും ചെയ്തു. साल जैसे कहता है 55 अफराद का वफद മസഡോണിയയിൽ നിന്ന് 1000 किलोमीटर का ഈ വർഷം പറഞ്ഞതുപോലെ 55 ആളുകൾ അടങ്ങുന്ന സംഘമാണ് വന്നത്. 2000 കിലോമീറ്റർ ദൂരം ചെയ്താണ് വന്നത്. യാത്രാ വാഹനം അങ്ങനെയായിരുന്നു. 35 മണിക്കൂറുകൾ അവർക്ക് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 2 साल ഈ സംഘത്തിൽ 28 ക്രിസ്ത്യൻ സുഹൃത്തുക്കളുണ്ടായിരുന്നു. 10 അനഹമ്മദികളും में 17 അഹമ്മദികളുമുണ്ട്. 2 പത്രപ്രതിനിധികളും ക്യാമറാമാനും ഉണ്ടായിരുന്നു. അവർ പ്രോഗ്രാമുകളെല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നു. അവർ പറഞ്ഞു, തിരിച്ചു ചെന്ന് TV പ്രോഗ്രാമിൽ അത് കാണിക്കുന്നതാണ്. 9 अफराद ने बैत भी की। ഈ സംഘത്തിൽ അവസാന ജൽസയുടെ ദിവസം 9 ആളുകൾ ബയ്യത്ത് ചെയ്തു. रहमान निकुलशो गोशिक ഒരു അതിഥി
जो एक सरकारी दफ्तर में काम നിക്കുൽ करते ഷോ हैं, उन्होंने कहा ഒഷിയോസ്കി. मेरा ये विजिट അദ്ദേഹം സർക്കാരി ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. के एतबार से എന്റെ ഈ സന്ദർശനം മതത്തെ അറിയാനും മതത്തെക്കുറിച്ച് ചിന്തിക്കാനും फिर मेरा कहा ആലോചിക്കാനും എല്ലാം നല്ലൊരു അവസരം ഒരുക്കുകയുണ്ടായി. ജൽസ പ്രസംഗങ്ങൾ എന്നിൽ വളരെയധികം സ്വാധീനം ചെലുത്തി. എന്നെ കുറിച്ച് പറഞ്ഞു. ഇസ്ലാമിനെ കുറിച്ചുള്ള എന്റെ ചിന്ത ഹുസൂറിന്റെ പ്രസംഗം മാറ്റുകയുണ്ടായി. मैंने अपने पुराने ഇതിനു മുമ്പ് ഞാൻ ഇസ്ലാമിനെ ഒരു ഭീകര പ്രസ്ഥാനമായും इसी तरह അപരിഷ്കൃത പ്രസ്ഥാനമായി ആണ് കണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ എന്റെ മുൻ ചിന്തകൾ തിരുത്തുകയുണ്ടായി. ഇസ്ലാം ശാന്തിയുടെ മതമാണ്. ഇതേപോലെ മറ്റൊരു അതിഥിയുണ്ടായിരുന്നു. सानवो साहब പേര് ദോഷ്കോസ് विक्रम सानोव കിൻസാനോസ് സാഹിബ് के പറയുന്നു. കിൻസാനോഫ് मेल मुलाकात और इज्तिमाई इबादत के असर मुझे इस तरफ ले जाते हैं कि मैं इस्लामी तक പരസ്പരം കൂടിക്കാഴ്ചയും കൂട്ടായ ആരാധനയും എല്ലാം കണ്ടപ്പോൾ ഞാൻ ഇസ്ലാമിന്റെ हासिल करूं। പാരമ്പര്യത്തെയും പരിപാടിയും അതേപോലെ ഇസ്ലാമിനെ കുറിച്ചും അറിവ് കരസ്ഥമാക്കണം എന്ന നിലയിൽ എത്തി. എന്നെ കൂടുതലായി സ്വാധീനിച്ചത് അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ പ്രസംഗമാണ്. അടുത്ത വർഷവും ഈ ജൽസയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഖലീഫയുമായി മുലാഖാത്ത് നടന്നു. ഞങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും വിശദമായ മറുപടി അദ്ദേഹം നൽകുകയുണ്ടായി. ഇസ്ലാമിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ചിന്തകൾ മാറുകയുണ്ടായി. മറുപടികളിൽ സത്യസന്ധത ഉണ്ടായിരുന്നു. ഇസ്ലാം മതത്തിന്റെ അധ്യാപനങ്ങൾ എത്രമാത്രം നല്ലതാണ് എന്ന് മനസ്സിലായി. അത് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. कि मजहब इस्लाम की तालीम कितनी अच्छी है जो सबको अमर और मोहब्बत की तालीम देती है। फिर मसेडोनिया से आने वाली खातून അത് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. മസഡോണിയയിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീ പറയുന്നു, बारे में और इस्लाम की तालीमात के बारे में ख्याल तब्दील हो गया है। ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമി അധ്യാപനങ്ങളെ കുറിച്ചുള്ള എന്റെ അഭിപ്രായമെല്ലാം മാറുകയുണ്ടായി. और इमाम जमात अहमदिया के खिताबात ने इस्लाम के बारे में हमारी सोचों को तब्दील कर दिया है। അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ പ്രസംഗം ഇസ്ലാമിനെ കുറിച്ച് ഞങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചു. മസഡോണിയയിൽ നിന്നും ഒരു അതിഥി ഹരിൻസ്യോ സാഹിബ് की गहराई तक खुश और मुतमईन हूँ। പറയുന്നു, खासतौर पर खलीफा की तकारीर के ഞാൻ സർവാത്മന സന്തോഷവാനാണ്. उन्होंने हमें ഖലീഫയുടെ പ്രസംഗത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം നമ്മെ സമാധാനത്തിലേക്കാണ് ക്ഷണിച്ചത്, ക്ഷമയിലേക്കാണ് ക്ഷണിച്ചത്, സ്നേഹത്തിലേക്കാണ് ക്ഷണിച്ചത്. നമുക്കറിയാം, നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലം ക്ഷമ അല്പം പോലും ഇല്ലാത്ത കാലമാണ്. फिर एक प्रोफेसर ഇപ്പോൾ യുദ്ധങ്ങൾ നടക്കുന്നു, പ്രശ്നങ്ങൾ നടക്കുന്നു. वो कहते हैं कि इस जलसे ഒരു പ്രൊഫസർ ഷാസ്കോ സാഹിബ് പറയുന്നു, खिताबात से इस्लाम के ഈ ജൽസയിൽ ഞാൻ मजीद इजाफा किया है। ഇമാം ജമാഅത്ത് അഹ്മദിയുടെ പ്രസംഗത്തിൽ നിന്നും ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. कि मुलाकात मेरी कल हुई, മുലാഖാത്തിനെ കുറിച്ച് പറയുന്നു, ഇന്നലെയാണ് മുലാഖാത്ത് നടന്നത്. അഭൂതപൂർവമായ മുലാഖാത്തായിരുന്നു. നല്ല അനുഭവമായിരുന്നു. जवाब दिए, കുറെ സമയം നൽകി, के जवाब दिए, ഞങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി, इस्लाम के बारे വളരെ വിശദമായി മറുപടി നൽകി. में को मिली। അഹമ്മദിയത്ത് യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് പല പുതിയ കാര്യങ്ങളും കേൾക്കാൻ സാധിച്ചു. അഹമ്മദികൾ പറയുന്നതാണ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മസഡോണിയയിലെ ഒരു വിദ്യാർത്ഥിനി ഇൻഫർമേഷൻ ടെക്നോളജിയുടെ मेरे लिए बहुत मुतासर कुन था। ഫൈനൽ ഇയറിലാണ് പഠിക്കുന്നത്. പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതായിരുന്നു. ഞാൻ അത്ഭുതസ്തബ്ധയായി പോയി. जमात अहमदिया से मेरी मुलाकात हुई, मेरे लिए एक नई किस्म का तजुर्बा था। इस ഇമാം ജമാഅത്ത് അഹമ്മദിയയുമായി എന്റെ മുലാഖാത്ത് നടന്നു. ഇത് പുതിയ ഒരു അനുഭവമായിരുന്നു. അഹമ്മദിയ ജമാഅത്തിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ഇത് കാരണമായി. दुनिया से ही एक मेहमान ने कहा മസഡോണിയയിൽ നിന്നും कि इसी मुलाकात का ഒരു അതിഥി പറഞ്ഞു, और മുലാഖാത്തിനെ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത്, मुझे उन्होंने तजवीज दी ഞാൻ ഒരഭിപ്രായം का जिक्र कर रहे हैं। പറഞ്ഞു. मज़हब को मोहब्बत ഇത് അവര് എനിക്ക് നൽകിയിരിക്കുന്ന ഒരു അഭിപ്രായമാണ് പറയുന്നത്. സ്നേഹത്തിന്റെ പേരിൽ എല്ലാ മതങ്ങളെയും ഒരുമിപ്പിക്കണം, അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം നടത്തണം. उनको तफसील എന്റെ മറുപടി അവർ പറയുന്നു, उसके बारे में बताया गया। ഞങ്ങൾ ഇതിനായി നേരത്തെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. വിൽഡ് ഹാളിൽ നടന്ന പ്രോഗ്രാമിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയുണ്ടായി. അത് അവരെ വളരെയധികം സ്വാധീനിച്ചു. അൽബാനിയയിൽ നിന്നും 21 ആളുകളാണ് ഉള്ള ഒരു സംഘമാണ് പങ്കെടുത്തത്. के उहदे पर रहे हैं बड़ा लंबा अरसा। 10 അനഹമ്മദികളും 11 അഹമ്മദികളുമാണ് ഉണ്ടായിരുന്നത്. കുറെ കാലം സൈന്യത്തിന്റെ ഉന്നത പദവി അലങ്കരിച്ചിരുന്ന ഒരാളും ഉണ്ടായിരുന്നു. പറയുന്നു, ഇങ്ങനെയുള്ള ഡിസിപ്ലിൻ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. और
अफराद जमात में रज़ाकाराना खिदमत का जज्बा का यूं पाया जाना भी खुशकुन ജമാഅത്തങ്ങളിലുള്ള വളണ്ടിയറി വർക്കിനുള്ള ആവേശം കാണുന്നതും എന്റെ ജീവിതാനുഭവങ്ങളിൽ ഒന്നാണ്. ചെറിയ ചെറിയ കുട്ടികൾ പോലും അതിഥികൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ അതിൽ അവർ സന്തോഷിക്കുന്നതായി കാണപ്പെട്ടു. അൽബേനിയയിൽ അതിഥി പറയുന്നു, അദ്ദേഹം കോർപ്പറേഷന്റെ നായിബ് സദർ ആണ്. കഴിഞ്ഞ വർഷം ഞാൻ വന്നിരുന്നു. ഈ വർഷം പ്രത്യേകമായി കാണാൻ കഴിഞ്ഞത് ജർമ്മൻ അഹമ്മദികളുടെ ഹാജർ വളരെ കൂടുതലാണ് ഈ വർഷം. ഈ ജൽസയിൽ നമ്മുടെ അനുഭവേദ്യമാകുന്ന കാര്യം അനഹമ്മദി മുസ്ലിങ്ങളല്ലാത്ത മറ്റു മുസ്ലിങ്ങൾ വെറും വാചക കസർത്ത് മാത്രം നടത്തുന്നവരാണ്. ഇസ്ലാമിന്റെ യഥാർത്ഥ ജീവിത മാതൃക അഹമ്മദിയ ജമാഅത്തിൽ മാത്രമാണുള്ളത്. ഹംഗറിയിൽ നിന്ന് വരുന്ന സംഘം പറയുന്നു, ഒരു ഹദീദി ടീച്ചർ ഹിസ്റ്ററിയുടെ അധ്യാപികയായിരുന്നു. ഹിസ്റ്ററിയിൽ മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നു, ജമാഅത്ത് സ്നേഹത്തിന്റെയും വളണ്ടിയറി വർക്ക് ചെയ്യുന്നതിലും വളരെ മുന്നിലാണ്. ഐക്യവും അഖണ്ഡതയും പ്രകടമാണ്. ബയ്യത്തിന്റെ സംരംഭത്തെക്കുറിച്ച് പറയുന്നു, ഇത് ഹൃദയത്തെ ഹഠാത് ആകർഷിക്കുന്ന ഒന്നായിരുന്നു. ഒരു കൈകൾ വെച്ചുകൊണ്ട് ഐക്യത്തിന്റെ മനോഹര കാഴ്ച കാണാൻ സാധിച്ചു. ജമാഅത്തായ നമസ്കാരം അനുഷ്ഠിക്കുന്നത് കണ്ട് വളരെയധികം സ്വാധീനം ചെലുത്തി. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അസാധാരണ സംഭവമായിരുന്നു. വളരെയധികം സ്വാധീനിക്കപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. പറയുന്നു, ജമാഅത്ത് അംഗങ്ങൾ അവരുടെ ഖലീഫയെ വളരെയധികം സ്നേഹിക്കുന്നു. ഈ സ്നേഹം നിസ്തുലവും നിഷ്കളങ്കവുമാണ്. ഒരു കൃത്രിമത്വവും പ്രകടനാത്മകതയും ഇതിൽ കാണുന്നില്ല. ജമാഅത്തിൽ ഖലീഫയോടുള്ള സ്നേഹം അവരുടെ പ്രകൃതത്തിലുള്ളതാണ് എന്നാണ് തോന്നുന്നത്. ഇത് തീർച്ചയായും ശരി തന്നെയാണ്. ഹംഗറിയിലെ സംഘത്തിലെ മിസ്റ്റർ റോബർട്ട് പറയുന്നു, ജൽസയുടെ സംവിധാനങ്ങൾ വളരെയധികം സ്വാധീനിച്ചു. മുസ്ലിങ്ങളുടെ ഇത്രയധികം വലിയ സമ്മേളനം ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. റൊമാനിയയിൽ നിന്നും വന്ന സംഘം, അതിൽ ഒരു സിറിയൻ സുഹൃത്തുണ്ടായിരുന്നു, സൈനുൽ ഹാഫിസ് സാഹിബ്. അദ്ദേഹം ഒരു ദീർഘകാലമായി റൊമാനിയയിലാണ് താമസിച്ചിരുന്നത്. അവിടെ ബിസിനസ് ചെയ്യുകയാണ്. ജൽസയിൽ പങ്കെടുത്തു. മുബല്ലി സാഹിബിനോട് പറഞ്ഞു, നമ്മുടെ അവിടെയുള്ള മുബല്ലിഗിനോട്, ഖലീഫത്തുൽ മസീനെ നമുക്ക് ദൂരത്ത് നിന്ന് കാണാനേ സാധിക്കുകയുള്ളൂ, അതോ അടുത്ത് നിന്ന് കാണാനും സാധിക്കുമോ? അദ്ദേഹത്തോട് പറഞ്ഞു, മുലാഖാത്ത് നടക്കും. അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മുലാഖാത്ത് നടന്നു. വളരെയധികം സന്തോഷവാനായിരുന്നു. സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. മുബല്ലിഗ് പറയുന്നു, ജൽസയുടെ ആദ്യ ദിവസം തന്നെ അയാൾ പറയാൻ തുടങ്ങി. മുബല്ലി സാഹിബ് പറയുകയാണ്, അദ്ദേഹം ഖലീഫയെ സ്നേഹിക്കുന്നു എന്ന്. മുസ്ലിം ലോകത്തിന് ഒരു ഖലീഫത്തുൽ മുസ്ലിമീൻ ഉണ്ടായിരുന്നെങ്കിൽ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമായിരുന്നു. കാരണം ഖലീഫയാണ് നമുക്ക് ശരിയായ മാർഗം കാണിച്ചു തരിക. മുലാഖാത്ത് സമയത്തും ഈ കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. മുബല്ലി സാഹിബിനോട് ഖലീഫയുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടക്കുക എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ഖിലാഫത്തിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തു. ഖിലാഫത്തെ റാഷിദയുടെ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞുകൊടുത്തു. തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നവരെ അള്ളാഹു തന്റെ സ്വാധീന വലയത്തിൽ കൊണ്ടുവരുന്നു. ഗോപ്യമായ വെളിപാട് മുഖേന എല്ലാവരെയും ഒരു വ്യക്തിയിൽ അള്ളാഹു ഒന്നിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ സ്വാധീന വലയം, അതേപോലെ വെളിപാട് മുഖേന എന്നെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല. വൈകുന്നേരമായപ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്ക് കാര്യം മനസ്സിലായി. പറയുന്നു, ഹുസൂർ സ്ത്രീകളുടെ ഭാഗത്ത് പോയി പ്രസംഗിച്ച് ളുഹർ നമസ്കാരത്തിനായി തിരിച്ചു വരുമ്പോൾ ജനങ്ങൾ ലൈനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാനും അവിടെ നിന്നു. ഹുസൂർ എന്റെ അടുത്തുകൂടെ കടന്നുപോയപ്പോൾ ഖലീഫയെ കണ്ടപ്പോൾ ഞാൻ അറിയാതെ എന്റെ കൈ സലാം പറയാനായി ഉയർന്നു. ഇത് ഞാൻ അറിയാതെ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ദൈവിക സ്വാധീനവും ഗോപ്യമായ വെളിപാട് എന്നീ വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലായി. കാരണം അയാൾ പറയുന്നു, ഞാൻ ഒരിക്കലും കൈ ഉയർത്തി സലാം പറയാറില്ല, എത്ര വലിയ വ്യക്തിയായാലും ശരി. എന്നാൽ ഇപ്പോൾ എന്നിൽ നിന്നും ഉണ്ടായ ഈ പ്രവൃത്തി ദൈവികമായ ഒരു സ്വാധീനം കാരണമാണ്. എന്റെ നിയന്ത്രണത്തിലല്ല അത് ഞാൻ ചെയ്തത്. ഏതായിരുന്നാലും കുറെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. കുറെ കൂടി ചിന്തിച്ച് മനസ്സിലാക്കി ജമാഅത്തിൽ പ്രവേശിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. യൂണിവേഴ്സിറ്റിയിൽ നിന്നും വന്ന ലിത്വാനിയയിലെ
एक तालिब इल्म ने अपने तअस्सुरात का इजहार करते 3 അതിഥികൾ ഉണ്ടായിരുന്നു. कि ये जलसा उन ഒരു मौजूद വിദ്യാർത്ഥി मुफक्किरीन के തന്റെ लिए बहुत അഭിപ്രായം मुफीद है പ്രകടിപ്പിച്ചുകൊണ്ട് जो പറഞ്ഞു, इस्लाम के बारे में ഇസ്ലാമിനെ കുറിച്ച് അല്പമാത്രം അറിവുള്ള അതല്ലെങ്കിൽ തെറ്റായ അറിവ് വെച്ച് നടക്കുന്ന आप लोग बहुत मुस्बत ख्यालात के मालिक हैं, हर वक्त चेहरे पर बिशारत യൂറോപ്യൻ തത്വചിന്തകന്മാർക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. കാരണം അവരുടെ കുറഞ്ഞ അറിവിനെ ഇത് വർദ്ധിപ്പിക്കുന്നതാണ്. നിങ്ങൾ നല്ല ചിന്താഗതിക്കാരാണ്, എപ്പോഴും നിങ്ങളുടെ മുഖത്ത് സന്തോഷവും സംതൃപ്തിയും കാണാവുന്നതാണ്. ഞാനുമായി കണ്ടു, അതും വളരെ നല്ല സ്വാധീനം അവരിൽ ഉണ്ടാക്കുകയുണ്ടായി. ഒരു വിദ്യാർത്ഥിനി പറഞ്ഞു, ഇവിടുത്തെ ശാന്തമായ ഈ അന്തരീക്ഷം ഞങ്ങളെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. നിങ്ങളുടെ ഇടയിൽ താമസിച്ചപ്പോൾ ഇസ്ലാമിന്റെ ശരിയായ മുഖം കാണാൻ സാധിച്ചു. നമസ്കാര സമയത്തും ഒരത്ഭുത കാഴ്ചയായിരുന്നു. ഒരു സന്ദർഭത്തിൽ ഖലീഫ സദസ്സിനോട് നിശബ്ദത പാലിക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഒറ്റയടിക്ക് നിശബ്ദരായതും അവരെ വളരെയധികം സ്വാധീനിച്ചു. എന്തുമാത്രം അനുസരണമാണിത്. ഒരു വിദ്യാർത്ഥിനി പറയുന്നു, എനിക്ക് മതത്തിൽ വലിയ താല്പര്യമാണ്. ഇക്കാലത്ത് ഓരോരുത്തരും മറ്റുള്ളവരെ കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നറിയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ജൽസയിൽ പങ്കെടുത്തുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും സ്വന്തത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ഖുറൈഷ്യയിൽ നിന്നും വന്ന സംഘത്തിലെ ഒരാൾ കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. സോഷ്യൽ വെൽഫെയറിലെ കമ്മ്യൂണിറ്റി ലീഡറാണ്. യൂണിവേഴ്സിറ്റിയിലെ നിയമവും പബ്ലിക് റിലേഷൻസ് എന്നിവയിൽ മാസ്റ്റർ ഡിഗ്രി എടുക്കുന്ന വനിതകളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പറയുന്നു, മുലാഖാത്ത് നടന്നപ്പോൾ ഈ സ്റ്റുഡൻസ് എന്നോട് പല ചോദ്യങ്ങളും ചോദിച്ചിരുന്നു. അരമണിക്കൂറിൽ കൂടുതൽ ഈ ചോദ്യോത്തരം നടന്നു. ഇസ്ലാമിനെ കുറിച്ചുള്ള വിദ്വേഷം, സോഷ്യൽ മീഡിയയുടെ നിലപാട്, മതത്തിൽ നിന്നും അകൽച്ചയുടെ കാരണങ്ങൾ, ഇസ്ലാമിക സ്ത്രീകൾക്കുള്ള സ്ഥാനം, അവകാശങ്ങൾ എന്നീ ചോദ്യങ്ങളാണ് അവർ ചോദിച്ചത്. വിദ്യാർത്ഥിനികൾ പറഞ്ഞത് അവർ ഉന്നയിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഇമാം ജമാഅത്ത് അഹമ്മദിയ വളരെ നല്ല രീതിയിൽ വിശദീകരണത്തോടെ മറുപടി നൽകി. ഇവർക്ക് പൂർണ്ണ തൃപ്തി വരികയും ചെയ്തു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അവരോട് അപ്പോൾ ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തി കൈവന്നിട്ടില്ലെങ്കിൽ വീണ്ടും വിശദീകരിക്കാം. അപ്പോൾ അവർ പറഞ്ഞത് ആവശ്യമില്ല, പൂർണ്ണ തൃപ്തരാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, ഇമാം ജമാഅത്ത് അഹമ്മദിയുമായി മുലാഖാത്ത് നടത്തുക എന്നത് വലിയ ഒരു സൗഭാഗ്യമാണ്. മുലാഖാത്ത് സന്ദർഭത്തിൽ ജമാഅത്തിൽ ഖലീഫയുടെ സ്ഥാനം എന്താണെന്ന് മനസ്സിലായി. അഹമ്മദികളെ കണ്ടും ഖലീഫയുടെ പ്രസംഗം കേട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി. ആദ്യം വന്നപ്പോൾ ഭയമായിരുന്നു. ഭയം പെട്ടെന്ന് സ്നേഹത്തിലും പ്രേമത്തിലും മാറുകയുണ്ടായി. ഇസ്ലാമിനെ മറ്റൊരു രീതിയിലാണ് ഞങ്ങൾ കണ്ടതെന്ന് മനസ്സിലായി. ഞങ്ങളുടെ കാഴ്ചപ്പാട് പൂർണ്ണമായും മാറി. ഇതേപോലെ പല പ്രതികരണങ്ങളുണ്ട്. ബൾഗാരിയയിൽ നിന്ന് വന്ന ഒരു അതിഥി പറഞ്ഞു, ആദ്യമായാണ് വന്നത്. ഇവിടെ വരാത്തത് വരെ മറ്റൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ജമാഅത്തിന് എതിരാളിയായിരുന്നു. ഇവിടെ വന്നതോടുകൂടി ജൽസയുടെ അന്തരീക്ഷം കണ്ടു, ഇമാമിന്റെ പ്രസംഗം കേട്ടു, എന്റെ അവസ്ഥ ആകെ മാറി. ബൾഗാരിയയിൽ നിന്നും ഒരു സുഹൃത്ത് പറയുന്നു, ഞാൻ ക്രിസ്ത്യാനിയാണ്, ആദ്യമായാണ് വരുന്നത്. വളരെയധികം സ്വാധീനിക്കപ്പെടുകയുണ്ടായി. ഇസ്ലാമിന്റെ ശരിയായ മുഖം കാണാൻ സാധിച്ചു. കൂടുതൽ ആളുകൾ ജൽസയിൽ പങ്കെടുക്കാൻ വരിക എന്ന് ബൾഗാരിയയിൽ പ്രഖ്യാപനം നടത്തണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോഴാണ് അവർക്ക് ഇസ്ലാം എത്ര നല്ല മതമാണെന്ന് അറിയുക. നമുക്ക് പരസ്പരം സ്നേഹത്തിൽ എങ്ങനെയാണ് വർത്തിക്കാൻ കഴിയുക എന്നും അറിയാൻ കഴിയുന്നതാണ്. എന്നാൽ എന്നോട് നിർബന്ധിച്ച് പറയാൻ തുടങ്ങി, ഞാൻ അവിടെ പ്രഖ്യാപിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, അവിടെയുള്ള മുഫ്തിമാർ താങ്കളെ അവിടെ ജീവിക്കാൻ അനുവദിക്കുകയില്ല. ഏതായിരുന്നാലും അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ജൽസയിൽ ആത്മീയ ഭക്ഷണമാണ് കഴിച്ചത്. ബൾഗേരിയയിൽ ഈ ഭക്ഷണമാണ് വേണ്ടത്. അവിടെ എപ്പോഴാണ് ഈ ഭക്ഷണം ലഭിക്കുക? എന്നോട് ചോദിച്ചതായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഗവൺമെന്റിനോട് പറയുക, ഗവൺമെന്റ് മിഷൻ തുറക്കാനുള്ള അനുവാദം നൽകിയാൽ, തബ്ലീഗിനുള്ള അനുവാദം ലഭിക്കിയാൽ ഇതെല്ലാം നടക്കും. ലോകർ അസ്വസ്ഥരാണ്. സത്യം കേൾക്കാനും കാണാനും അവർ ആഗ്രഹിക്കുന്നു.
എന്നാൽ ശൈത്താനും തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ദുആ കൂടുതലായി ചെയ്യുക. തടസ്സങ്ങളെല്ലാം അള്ളാഹു നീക്കട്ടെ. ഇസ്ലാമിന്റെ ശരിയായ അധ്യാപനം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ദാഹം ശമിക്കുമാറാകട്ടെ. पहली दफा आया हूँ और हुकूमती महकमे കൊസോവയിൽ നിന്നും വന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, मैंने कल बैत की है। ഞാൻ ആദ്യമായാണ് ഇവിടെ വന്നത്. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. ഇന്നലെ ബയ്യത്ത് ചെയ്തു. ഇത്രയും മഹത്തായ ഒരു ജൽസ നടത്താൻ കഴിയുമെന്ന് എനിക്ക് ചിന്തിക്കാനേ കഴിഞ്ഞിരുന്നില്ല. ജർമ്മനി രാജ്യം ഇങ്ങനെ നടത്താൻ ഉദ്ദേശിച്ചാൽ പോലും ഇത് നടത്താൻ കഴിയില്ല. അഹമ്മദിയ ജമാഅത്തിന്റെ ഒരു बोस्निया के ഗുണമാണിത്. ഇവർ ഇത്രയും വലിയ ജൽസ നടത്തുന്നു. ഇവിടെ ശാന്തി, സ്നേഹം, സൗഹൃദം എന്നീ കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. ബോസ്നിയയിലെ സംഘത്തിലെ ഒരു സ്ത്രീ മുലാഖാത്തിൽ പറഞ്ഞു, बताया कि मैंने बहुत से सवालात आपसे पूछने थे, मुलाकात मुझसे हुई तो, लेकिन എനിക്ക് പല ചോദ്യങ്ങളും ചോദിക്കാനുണ്ടായിരുന്നു. ഇനി മുലാഖാത്ത് നടന്നപ്പോൾ പറയുകയാണ്. എന്നാൽ ജൽസയുമായി ബന്ധപ്പെട്ട ഖുത്ബ കേട്ടപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി അതിലുണ്ടായിരുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ലഭിച്ചു. എനിക്ക് ഇനിയൊരു ചോദ്യവുമില്ല. किताबें हूँ ഖിലാഫത്തിനെ പിൻപറ്റുന്നതിൽ ഞാൻ ഭാഗ്യവതിയാണ്. पुराने അവർ ബയ്യത്തും ചെയ്തിരുന്നു. ഞാൻ അവരോട് പറഞ്ഞിരുന്നു, ഈ ഖുത്ബ काफी निकाह മുമ്പേ ജമാഅത്തിൽ പ്രവേശിച്ചവർക്കുള്ള തർബിയത്തിന് വേണ്ടിയുള്ളതായിരുന്നു. താങ്കളുടെ ചോദ്യങ്ങൾ എന്താണ്? हम वो इदराक हासिल അപ്പോൾ അവർ ഖുത്ബയിൽ നിന്നും പല കാര്യങ്ങളും എടുത്തു പറഞ്ഞ് ഇത് മുഖേന എനിക്ക് ശരിയായ ഉൾക്കാഴ്ച ലഭിച്ചു. खोलता है। അള്ളാഹു कोई बात ഈ രീതിയിലും पर असर कर जाती ജനഹൃദയങ്ങൾ തുറക്കുന്നു. है, इस्लाह का ഏതെങ്കിലും കാര്യം ചിലർക്ക് സ്വാധീനം ചെലുത്തുന്നു. അത് അവരുടെ ഇസ്ലാഹിന് കാരണമായി തീരുന്നു, जर्मनों से एक अलग ഹിദായത്തിനുള്ള കാരണമായി തീരുന്നു. उसमें तकरीबन 200 ജർമ്മൻ जर्मन और दूसरी कौमों ആളുകളുമായി ഒരു പ്രത്യേക പരിപാടി ജർമ്മനിയിൽ നടക്കാറുണ്ട്. 400 करीब അതിൽ 200 ജർമ്മൻ ആളുകളും മറ്റുള്ളവരും ഉണ്ടായിരുന്നു. മൊത്തം 400-450ഓളം ആളുകൾ ഉണ്ടായിരുന്നു. सुल्तान है। कहते हैं कि मैं 3 सालों से ഒരാൾ के ऊपर വാഗണർ സാഹിബ് രാഷ്ട്രീയ പ്രവർത്തകനാണ് പറയുന്നത്, ഞാൻ 3 വർഷമായി ജൽസയിൽ मुझे बहुत मुतासिर किया है। താങ്കളുടെ പ്രസംഗം കേൾക്കുന്നു. खिताब था എന്നാൽ ഇപ്പോഴത്തെ പ്രസംഗം എന്നെ വളരെയധികം സ്വാധീനിച്ചു. കാരണം വ്യക്തമായ പ്രസംഗമായിരുന്നു, ടു ദി പോയിന്റ് ആയിരുന്നു. है और मुझे सारे सवालों के जवाब मिल സമാധാനത്തിനായുള്ള ശരിയായ പരിശ്രമമാണ്. എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ലഭിച്ചു. ताला इत्मीनान करवाता है। അന്യരോടും ഈ രീതിയിൽ അള്ളാഹു പ്രഖ്യാപനം നടത്തിപ്പിക്കുന്നു. कहते हैं कि ये एक बड़ी हैरान कर देने वाली बात है कि പറയുന്നു, कितने अमन और सुकून के साथ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, किसी किस्म को मसला खड़ा ഇത്രയും വലിയ ജനക്കൂട്ടം എത്രമാത്രം ശാന്തമായ രീതിയിലാണ് കഴിച്ചുകൂട്ടുന്നത്. ഒരു പ്രശ്നവും തന്നെ ഉണ്ടാകുന്നില്ല. ഇത്രയും വലിയ സമ്മേളനം ജർമ്മനിക്കാരുടേതായിരുന്നെങ്കിൽ അവയിൽ ചിലർ അന്തരീക്ഷത്തെ വഷളാക്കുന്നവർ തീർച്ചയായും അവരിൽ ഉണ്ടായേനെ. ഒരു അതിഥി കാർലോൺ സാഹിബ് പറയുന്നു, कि वो बातें कही हैं जो पोप ने भी എന്റെ പ്രസംഗം കേട്ടതിന് ശേഷം പറഞ്ഞു, പോപ്പിന് പോലും പറയാൻ കഴിയാത്ത കാര്യമാണ് പറഞ്ഞത്. सारे तशद्दुद पसंद हों और उनके മീഡിയയിൽ ഇസ്ലാമിനെ കുറിച്ച് പ്രചരിപ്പിക്കുന്നത് അവരെല്ലാവരും ഭീകരവാദികളാണെന്നാണ്. അവർക്കെതിരെ ജനങ്ങളെ ഇളക്കിവിടുകയും ചെയ്യുന്നു. ക്രിസ്ത്യാനികളെ നിഷ്കളങ്കരായി സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് എനിക്ക് ഇസ്ലാമിന്റെ ശരിയായ അധ്യാപനത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചു. इतने ज्यादा लोग പറയുന്നു, प्यार से और मोहब्बत ശാന്തമായ അന്തരീക്ഷമാണ്. ഇത്രയധികം ആളുകൾ ഇത്രയും ശാന്തമായ രീതിയിൽ, വളരെ മാന്യമായ രീതിയിൽ ഒത്തൊരുമിച്ച് കഴിയുന്നു. कहते हैं खिताब ഒരു അതിഥി ഹുസൈൻ സാഹിബ് ഉണ്ടായിരുന്നു. बहुत सी बातों पर यकीन എന്റെ പ്രസംഗം കേട്ടതിന് ശേഷം പറയുന്നു, എനിക്ക് താങ്കളുടെ പ്രസംഗം ഇഷ്ടപ്പെട്ടു. പല കാര്യങ്ങളിലും എനിക്ക് വിശ്വാസമില്ല. എന്നിട്ടും तेज था। പ്രസംഗം വളരെ നല്ലതായി അനുഭവപ്പെട്ടു. ജൽസയുടെ അന്തരീക്ഷം അത്ഭുതകരമായിരുന്നു. ये क्योंकि मुसलमान है, बहरहाल खिताब भी अच्छा लगा, बातें भी अच्छी लगी, ഇയാൾ മുസ്ലിമാണ്. जमात का भी अच्छा लगा। പ്രസംഗവും കാര്യങ്ങളും എല്ലാം നല്ലതായി തോന്നി. ജമാഅത്തിന്റെ അനുസരണത്തിന്റെ നിലവാരം ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. എന്നിട്ടും പറയുന്നത് എനിക്ക് അഭിപ്രായ ഭിന്നതയുണ്ട് എന്നാണ്. कि खलीफा वक्त के खिताब ഡൊമിനിക് സാഹിബ് പറയുന്നു, से हमारी मालूमात में इजाफा हुआ। ഖലീഫയുടെ പ്രസംഗം कुछ तारुफ तो था, ഞങ്ങൾക്ക് അറിവ് വർദ്ധിപ്പിക്കാൻ കാരണമായി. बहुत सी नई ജമാഅത്തിനെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു. എന്നാൽ ഖലീഫയുടെ പ്രസംഗം കേട്ടതിന് ശേഷം പല പുതിയ കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞു. रवादारी जो तालीम रवादारी ഒരു അഗതി പറയുന്നു, की है, സമത്വത്തിന്റെയും സഹോദര്യത്തിന്റെയും तालीम है। അധ്യാപനം कानून के आइन मुताबिक താങ്കൾ ഇന്ന് കേൾപ്പിക്കുകയുണ്ടായി. ഇത് വളരെ ഉന്നതമായ അധ്യാപനമായിരുന്നു. अमल से नजर ജർമ്മനിയിലെ നിയമത്തിൽ ചേർന്നതാണ്. എന്നോടൊപ്പം യൂണിവേഴ്സിറ്റിയിൽ ഒരു അഹമ്മദി പഠിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും അഹമ്മദി മുസ്ലിങ്ങളും മറ്റ് മുസ്ലിങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. ഈ പ്രവർത്തന വ്യത്യാസം നാം എല്ലാ സ്ഥലത്തും എല്ലാ മേഖലയിലും കാണിക്കേണ്ടതാണ്. ये हर अहमदी ഇത് തബ്ലീഗിനുള്ള ഏറ്റവും നല്ല മാർഗവുമാണ്. അതിനാൽ ഓരോ അഹമ്മദിയും അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഓരോരുത്തരും നോക്കുന്നുണ്ട് എന്നാണ്. एक जर्मन कहते हैं कि यूं लगता था
कि ये खलीफा का खिताब मैंने ഒരു ജർമ്മൻ പറയുന്നു, मेरे दिल की आवाज ഖലീഫയുടെ പ്രസംഗം ഞാൻ എഴുതിയതുപോലെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിലെ ഓരോ വാക്കും എന്റെ ഹൃദയത്തിന്റെ ശബ്ദമായിരുന്നു. मस्जिदों के संग बुनियाद के दौरान ബീസ്ബാദനിലെ लॉर्ड मेयर പട്ടണത്തിലെ മെമ്പർ ഓഫ് പാർലമെന്റ് പള്ളിയുടെ തറക്കല്ലിടൽ സദസ്സിൽ ലോർഡ് മേയറുടെ പ്രതിനിധിയായിക്കൊണ്ട് പ്രസംഗമധ്യേ പറഞ്ഞു. मौकों पर प्रोग्रामों പല കാര്യങ്ങളും പറഞ്ഞതിനു ശേഷം പറഞ്ഞു, ജമാഅത്ത് പട്ടണത്തിലെ വിവിധ പരിപാടികളിലും कौमों के लोगों പങ്കെടുക്കുന്ന വളരെ ക്രിയാത്മകമായ നിലപാടാണ് ജമാഅത്ത് കൈക്കൊള്ളുന്നത്. ഇവിടെ മറ്റു സമൂഹങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്ന കാര്യത്തിൽ മറ്റെല്ലാവരെക്കാളും നിങ്ങൾ മുമ്പിലാണ്. ചില മുസ്ലിങ്ങളുടെ പ്രവർത്തന ഫലമായി അമുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ കുറിച്ചുണ്ടായ ഭീതിയെ നിങ്ങൾ അകറ്റുന്നു. എപ്പോഴും സമാധാനം സ്ഥാപിക്കാനായി നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നു. സുബായി എസ്എന്റെ സ്റ്റേറ്റ് പ്രതിനിധിയായ മിനിസ്റ്റർ ഓഫ് ഇന്റഗ്രേഷൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, मुबारकबाद पेश की। ഇന്ന് ഇങ്ങനെയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നത് എന്റെ വലിയ ഭാഗ്യമാണ്. बाद मेहमान जो मस्जिदों മസ്ജിദിന് ആശംസകൾ നേർന്നു. रात ये हैं एक किता जमीन जो हमने മസ്ജിദ് പരിപാടിയിൽ എത്തിയ ചില അതിഥികളുടെ പ്രതികരണങ്ങൾ കേൾപ്പിക്കാം. മസ്ജിദിന് വേണ്ടി നാം വാങ്ങിയ സ്ഥലം तक ये प्लाट अपने ഒരു വിധവയുടേതായിരുന്നു. बुढ़ापे की वजह से शहर 40 വർഷം വരെ അവർ തന്റെ കൈവശം വെച്ചിരുന്നു. की खातून तकरीबन എന്നാൽ വാർദ്ധക്യം കാരണം ടൗൺ അധികാരികൾക്ക് അത് വിൽക്കുകയുണ്ടായി. ഈ സ്ത്രീ പരിപാടിയിൽ വന്നിരുന്നു. എന്റെ പ്രസംഗം കേട്ടപ്പോൾ അവർ പറഞ്ഞു, अब मेरे ഞാൻ ഏതൊരു സ്ഥലത്തിന്റെ ഉടമസ്ഥയായിരുന്നുവോ जाएगी അവിടെ എനിക്ക് ശേഷം इन पर अल्लाह ताला का घर ദൈവത്തെ ആരാധിക്കപ്പെടുന്നതാണ് कायम रहेगा എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. और ഈ സ്ഥലത്ത് അള്ളാഹുവിന്റെ വീട് സ്ഥാപിക്കപ്പെടുന്നതാണ്. बैत वाकई जैसा कहा ഇത് എപ്പോഴും നിലനിൽക്കുകയും ചെയ്യും. ഖലീഫത്തുൽ മസീഹ് പറഞ്ഞതിൽ कि എനിക്ക് പൂർണ്ണ തൃപ്തി കൈവന്നിരിക്കുന്നു. അവർ പറയുന്നത് പോലെ തന്നെയാണ് ചെയ്യുന്നതും. फिक्र थी വൃദ്ധനായ ഒരു ജർമ്മൻകാരന്റെ അഭിപ്രായവും എനിക്ക് ലഭിച്ചു. ഞാൻ അടുത്ത് മരിക്കും. ഞാൻ ചിന്തിക്കാറുള്ള സമൂഹങ്ങളിൽ ഉയർച്ചയും താഴ്ചയും എല്ലാം ഉണ്ടാകാറുണ്ട്. ജർമ്മനിയിൽ അങ്ങനെയുള്ള ഒരു താഴ്ച വന്നാൽ ജർമ്മനി ആരുടെ കയ്യിലാണ് വരിക എന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്നാൽ അഹമ്മദിയ ജമാഅത്തിന്റെ ഖലീഫയുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ദൃഢവിശ്വാസം വന്നിട്ടുള്ളത് ജർമ്മനിക്ക് അങ്ങനെയുള്ള വല്ല कि हाथों में जर्मनी आएगा അവസ്ഥയും നേരിടേണ്ടി വന്നാൽ അഹമ്മദിയ ജമാഅത്തിന്റെ കൈകളിൽ ജർമ്മനി വരുന്നതാണ്. വളരെ സുരക്ഷിതമായ കൈകളിലായിരിക്കും അത് വരിക. कि खलीफा ഒരു അതിഥി दोस्ताना തന്റെ അഭിപ്രായം പ്രകാരം പ്രകടിപ്പിച്ചു. खलीफा का पैगाम ഖലീഫയുടെ കാര്യങ്ങൾ സൗഹൃദവും വ്യക്തിപരവും നേരിട്ടുമായിരുന്നു. ഖലീഫയുടെ സന്ദേശം ഞങ്ങൾക്ക് ലഭിച്ചു. പരസ്പരം നാം സ്നേഹിക്കണം, വെറുക്കരുത്. ഇസ്ലാം ചിലരുടെ പ്രവർത്തന ഫലമായി വിമർശന വിധേയമായിരിക്കുകയാണ്. അത് പൂർണ്ണമായും തെറ്റുമാണ്. टीचर ने लजना की तरफ जो प्रोग्राम था मस्जिद का वहाँ ഒരു അധ്യാപിക जो मेरे से ലജിനയുടെ ഭാഗത്തുള്ള മസ്ജിദുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്തു. കുട്ടികൾ എന്നോട് ചോക്ലേറ്റ് വാങ്ങുമ്പോൾ तो कहते ചിലർ हैं कि इतनी छोटी उम्र में किसी കരഞ്ഞുകൊണ്ട് എന്നോട് ദുആക്കും പറയുന്നുണ്ടായിരുന്നു. കുട്ടികൾ ने आज बहुत मुताबिक പറയുന്നു, ചെറുപ്രായത്തിൽ ആരോടെങ്കിലും ഇത്രയും സ്നേഹം വെക്കുക എന്നത് ഞാൻ ഒരിക്കലും കണ്ടില്ല. ഇതെന്നെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. मिस्टर जॉर्ज एम आर्नल्ड डिस्ट्रिक्ट एडमिनिस्ट्रेटर कमिश्नर ऑफ काउंटी ने अपने മിസ്റ്റർ ജോർജ് എം ആനന്ദ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റർ കമ്മീഷണർ ഓഫ് കൌണ്ടിനർ इस बात पर गवाह हूं തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. कि मुस्लिम जमात हमेशा പല കാര്യങ്ങളും പറഞ്ഞ ശേഷം പറയുന്നു, 25 വർഷത്തെ എന്റെ അനുഭവം പറയുകയാണ്. അഹമ്മദിയ ജമാഅത്ത് പരസ്പര സൗഹൃദം തങ്ങളുടെ മുഖമുദ്രയാക്കി സ്വീകരിച്ചിരിക്കുകയാണ്. സമൂഹത്തിൽ തങ്ങളുടെ പ്രവർത്തനം അവർ ചെയ്യുന്നു. ഇവിടെ മതസൗഹാർദ്ദം ഉണ്ട് എന്നതിന് താങ്കളുടെ മസ്ജിദ് സാക്ഷിയാണ്. പരസ്പരം സൗഹൃദത്തോടെ ഇവിടെ വസിക്കാൻ കഴിയുന്നതാണ്. वजह ये थी ഒരതിഥി പറഞ്ഞു, ഞാൻ ഖലീഫത്തുൽ മസീഹിന്റെ പ്രസംഗം പകുതി ഉറുദുവിൽ കേട്ടു, പകുതി ജർമ്മനിയിലും കേട്ടു. കാരണം जुबान भी सुनना चाहता था और फिर എനിക്ക് നേരിട്ട് ഖലീഫയുടെ ശബ്ദം കേൾക്കണമെന്നുണ്ടായിരുന്നു, ഉറുദു ഭാഷയും കേൾക്കണമെന്നുണ്ടായിരുന്നു. ने अपनी जमात അദ്ദേഹത്തിന്റെ പ്രസംഗം നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ജമാഅത്തിനോട് പറഞ്ഞു, നാടിനു വേണ്ടി പ്രവർത്തിക്കുക. जमात को परखने के सुनने के ജനങ്ങളുടെ വ്യത്യസ്തമായ നിലപാടാണ്. अल्लाह ताला की चलाई हुई हवा ജമാഅത്തിനെ അറിയാനും മനസ്സിലാക്കാനുമുള്ള രീതി, दार को ഇതെല്ലാം അള്ളാഹു ചലിപ്പിച്ച കാറ്റാണ്. ഏതെങ്കിലും വ്യക്തിക്കോ ഭാരവാഹികൾക്കോ ഇത് എന്റെ പ്രവർത്തന ഫലമാണ് എന്ന് കരുതാൻ പാടില്ല. മുമ്പും അധ്വാനിച്ചിരുന്നു, എന്നാൽ അതിന്റെ ഫലം പ്രകടമായിരുന്നില്ല. ഇപ്പോൾ അള്ളാഹു റിസൾട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു. അതനുസരിച്ച് അള്ളാഹു കാറ്റ് ചലിപ്പിച്ചു. അതിന്റെ ഫലമായി അവരുടെ നിലപാട് മാറ്റി മറിക്കപ്പെടുകയും ചെയ്തു. तुरंत साहब ജർമ്മനിയുടെ പാർട്ടിയിലെ മെമ്പറാണ് ഹെമത്തുർ സാഹിബ്. बेहद मुतासर പറയുന്നു,
और इसका इजहार उनके താങ്കളുടെ പ്രസംഗം എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും സ്വാധീനിക്കപ്പെട്ടു. ഇതിന്റെ പ്രകടനം അവരുടെ മുഖങ്ങളിൽ നിന്നും പ്രകടമായിരുന്നു. ഖലീഫത്തുൽ മസീഹിന്റെ ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ജർമ്മനിയുടെ പുരോഗതിക്കായി പ്രവർത്തിക്കാൻ അദ്ദേഹം തന്റെ ജമാഅത്ത് അംഗങ്ങളോട് ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഒരു അതിഥി പറഞ്ഞു, ഇന്നത്തെ പരിപാടി എന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. ജർമ്മൻകാർ അഹമ്മദികളിൽ നിന്നും പഠിക്കേണ്ടതാണ്. യൂറോപ്പിൽ താമസിക്കുന്ന നമുക്കും അപകർഷതാബോധത്തിൽ അകപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് ലോകത്തെ വഴികാട്ടാനുള്ള കടിഞ്ഞാൻ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിന്റെ കൈകളിലാണ് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കുക, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുക, അള്ളാഹുമായി നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ഈ പാരിതോഷികങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മസ്ജിദ് മഹ്ദിയുടെ ഉദ്ഘാടന സമയത്ത് അതിഥികളുടെ പ്രതികരണങ്ങൾ ഇതാണ്. ഒരു ജേർണലിസ്റ്റ് പറഞ്ഞു, എന്നെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്, സമാധാനത്തിന് സന്ദേശം അദ്ദേഹം നൽകുകയുണ്ടായി. അത് പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഹാളിൽ അതിന്റെ പ്രത്യേകമായ പ്രതികരണം ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ പറയുന്നു, ഖലീഫത്തുൽ മസീഹ് തന്റെ പ്രസംഗത്തിൽ മഹദി അലിയുടെ ഷഹാദത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, കരയാൻ തുടങ്ങി. പിന്നീട് ഖലീഫത്തുൽ മസീഹ് പറഞ്ഞു, ഈ ഷഹാദത്ത് ഉണ്ടായാലും ഞങ്ങൾ സേവനത്തിൽ ഒരു കുറവും ഞങ്ങൾ വരുത്തുകയില്ല, ഈ സേവനം ഞങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ എന്റെ നിയന്ത്രണത്തിൽ എന്നെ നിർത്താൻ കഴിഞ്ഞില്ല. ഒരു സ്ത്രീ പറയുന്നു, ഞാൻ വളരെയധികം സ്വാധീനിക്കപ്പെടുകയുണ്ടായി. സമാധാനത്തിന് വേണ്ടിയുള്ള പരസ്പരം എങ്ങനെ മുന്നോട്ട് പോകണമെന്നും മതങ്ങളുടെ വൈപരീത്യം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നുള്ള ആ ഒരു പരിഹാരം നിർദ്ദേശിച്ചപ്പോൾ ഈ പരിപാടി വളരെ വിജയപ്രദമായിരുന്നു. പ്രോഗ്രാമിന് വേണ്ടി ജമാഅത്തിന്റെ ആളുകളെ മാത്രമല്ല ക്ഷണിച്ചത്, രാഷ്ട്രീയക്കാരെ മാത്രമല്ല ക്ഷണിച്ചത്, അയൽക്കാരെയും അവർ ക്ഷണിക്കുകയുണ്ടായി. ഇതെന്നെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. പള്ളികളുടെ ഉദ്ഘാടനവും നമുക്ക് നൽകുന്ന സന്ദേശം പുതിയ മാർഗങ്ങൾ തുറക്കപ്പെടുമെന്നുള്ളതാണ്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഓരോ അഹമ്മദിയുടെയും ഉത്തരവാദിത്തം വർദ്ധിക്കുന്നതാണ്. അവരുടെ പ്രദേശത്ത് പുതിയ മസ്ജിദ് തുറക്കപ്പെടുമ്പോൾ, അതല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കപ്പെടുമ്പോൾ. ജർമ്മനി ജലസയുടെ 3-ാമത്തെ ദിവസം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ബൈഅത്ത് നടക്കുകയുണ്ടായി. അതിൽ 19 സമൂഹത്തിൽ നിന്നുള്ള 83 ആളുകളാണ് അവിടെ ഹാജരുണ്ടായിരുന്നവർ ബയ്യത്തിൽ പങ്കെടുത്തത്. ബയ്യത്തുകൾ നടന്നു. ബയ്യത്ത് ചെയ്തവരുടെ ചില അനുഭവങ്ങൾ പറയാം. ഒരു അൽബാനിയൻ അതിഥി എട്രോയൻ സാഹിബ് പറയുന്നു, ഞാൻ ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിൽ ഇതേ മുസ്ലിമായിരുന്നു. ഞാൻ ഹദീസുകളുടെ ഗ്രന്ഥത്തിൽ വായിച്ചിട്ടുണ്ട്, ഇമാമതിയായി വന്നാൽ എല്ലാ മുസ്ലിങ്ങളും അദ്ദേഹത്തിന്റെ ബയ്യത്തിൽ പങ്കെടുക്കണമെന്നുള്ളത്. ബയ്യത്തിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ അത്ഭുതകരമായിരുന്നു. മറ്റൊരു കാര്യം അദ്ദേഹത്തെ സ്വാധീനിച്ചത്, സൗഭാഗ്യവാന്മാരേക്കുന്ന ആളുകൾ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ജമാഅത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. ഇത് തെളിയിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ദൈവിക പ്രസ്ഥാനമാണ് എന്നുള്ളതാണ്. അള്ളാഹുവാണ് ഹൃദയങ്ങളെ ഇതിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. മറ്റൊരു അതിഥി ഹൈദർ സാഹിബ് പറയുന്നു, സ്വപ്നം മുഖേന ഞാൻ അഹമ്മദിയത്ത് സ്വീകരിച്ചു. അദ്ദേഹം തന്റെ സ്വപ്നം വിവരിക്കുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ജമാഅത്തിനെ സംബന്ധിച്ച് ഒന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഒരു രാത്രി അദ്ദേഹം സ്വപ്നം കാണുകയാണ്, അദ്ദേഹത്തിന്റെ സുഹൃത്തിനോടൊപ്പം ആണ്. അപ്പോൾ ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തും നമസ്കരിക്കാൻ വേണ്ടി ഒരു പർവ്വതത്തിന് മുകളിലേക്ക് പോകുന്നു. പർവ്വതത്തിന്റെ മുകളിലാണ് അവിടെ നമസ്കാരം നടക്കുന്നത്. അവിടെ അവരെത്തിയപ്പോൾ അവിടെ വിവിധ താടികളുള്ള ആളുകളെ കാണുന്നു. അവർ പരസ്പരം തുന്തും തള്ളി നടത്തുകയാണ്, അടിപിടി കൂടുകയാണ്. ഒരു ഭാഗത്ത് തീ കത്തുന്നുണ്ട്. അപകടകരമായ ഭയാനകമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. അദ്ദേഹം തന്റെ സുഹൃത്തിനോട് പറയുന്നത്, ഇവിടെ നിന്ന് വേഗം നമുക്ക് രക്ഷപ്പെടാം, ഇവര് നമ്മളെ അടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് അവർ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു നല്ല ഒരു താഴ്വര അവർ കാണുന്നു. 4 ഭാഗത്തും മരങ്ങളാൽ ചുറ്റപ്പെട്ടൊരു സ്ഥലമാണ്. അവിടെ വെള്ള വസ്ത്രധാരികളായിരിക്കുന്ന ആളുകള്
അണിയണിയായിട്ട് വളരെ ഭംഗിയായി നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നതായി ഇവർ കാണുന്നു. അതേവരുടെ മുമ്പാകെ ഒരു ഇമാമ് ഉണ്ട്. ഞാൻ എന്റെ സുഹൃത്തിനോട് ചോദിച്ചു, ഇതാരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ സുഹൃത്ത് പറയുകയാണ്, ഇത് അഹമ്മദികളാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്റെ കണ്ണു തുറന്നു. അപ്പോൾ ജമാഅത്തിന്റെ പേര് പോലും ഞാൻ നേരത്തെ കേട്ടിരുന്നില്ല, ഏതെങ്കിലും അഹമ്മദിയുമായിട്ട് ഞാൻ കണ്ടിരുന്നില്ല. ഈ ഒരു സ്വപ്നമാണ് എന്നെ അഹമ്മദി സ്വീകരിക്കാൻ കാരണമാക്കിയത്. മൊറാക്കഷിൽ നിന്ന് ഒരു സുഹൃത്ത് അബ്ദുൽ ഖാദിർ സാഹിബ് പറയുന്നു, 6 വർഷം മുമ്പ് ഞാൻ ജമാഅത്തിനെ കുറിച്ച് അറിഞ്ഞു. എന്നാൽ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ജമാഅത്തിനെ അന്വേഷിച്ചുകൊണ്ട് ഒരു നമസ്കാര സെന്ററിൽ ഞാൻ എത്തി. ജമാഅത്തിനെ കുറിച്ച് കൂടുതൽ അവിടെ പഠിച്ചു. നമസ്കാരത്തിലും ജുമായിലും ഞാൻ വരാൻ തുടങ്ങി. ജൽസസാല ജർമ്മനിയിലേക്ക് എന്നെ ക്ഷണിച്ചു. അതിൽ ഞാൻ പങ്കെടുത്തു. ജൽസയുടെ ആത്മീയമായ അന്തരീക്ഷം കണ്ട് ഖലീഫത്തുൽ മസീഹിനോടുള്ള ജമാഅത്തങ്ങളുടെ സ്നേഹം കണ്ടുകൊണ്ട് എന്റെ ഹൃദയത്തിൽ അത്ഭുതകരമായ ഒരു മാറ്റമുണ്ടായി. ഇത് സത്യവാന്മാരുടെ ജമാഅത്താണ്. അങ്ങനെ ഞാൻ ജമാഅത്തിൽ പ്രവേശിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ബയ്യത്ത് ചെയ്തു. സ്വീഡനിൽ നിന്നും ഒരാള്, ഇറാഖിലുള്ള വ്യക്തിയാണ്. ജൽസയുടെ ആത്മീയ അന്തരീക്ഷം കണ്ട് എന്നെ സ്വാധീനിച്ചു. പറയുന്നു, ഇതാണ് യഥാർത്ഥ സംഘടന, ഇതിനെയാണ് ഞാൻ അന്വേഷിച്ചിരുന്നത്. ഈ അഹമ്മദിയ ജമാഅത്താണ് എന്റെ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ മറുപടി. അങ്ങനെ ജൽസയിൽ അദ്ദേഹം ബയ്യത്ത് ചെയ്തു. ബൽജിയത്തിൽ നിന്നും ഒരു ഗാനിയൻ സുഹൃത്ത് അബ്ബാസ് സാഹിബ്, അദ്ദേഹം പറയുന്നു, ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, ഞാൻ അള്ളാഹുവിനെ കാണുന്നു. അള്ളാഹു കാരുണ്യത്തോടുകൂടി എന്നെയും നോക്കുന്നുണ്ട്. ഞാൻ ഒരു തബ്ലീഗ് മീറ്റിംഗിൽ പോയി. അവിടെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ സ്വപ്നത്തിൽ കണ്ട ആ വ്യക്തി തന്നെയാണല്ലോ ഇത്. ഞാൻ മീറ്റിംഗിൽ മുഴുവൻ സമയം ആ ഫോട്ടോ നോക്കിക്കൊണ്ടിരുന്നു, അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ ഞാൻ ജർമ്മനിയിൽ ജൽസയിൽ പങ്കെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അഹമ്മദിയത്ത് സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ജൽസയുടെ അന്തരീക്ഷം കണ്ടാൽ ഒരു പ്രാവശ്യം ഈ ജൽസയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എല്ലാ എതിരാളികളുടെയും എതിർപ്പുകൾ ഇല്ലാതായി തീരുമെന്ന് എനിക്ക് ഉറച്ചു പറയാൻ സാധിക്കും. ഒരു ബെൽജിയത്തിൽ നിന്നുള്ള ഒരു മറാക്കിഷി സ്ത്രീ അവർ പറയുന്നു, ഞാൻ സ്വപ്നം കണ്ട് ഇമാം മഹ്ദി വന്നിട്ടുണ്ട്, ഒരു ചന്ദ്രന്റെ പ്രകാശം പോലെ. അവർ പറയുകയുണ്ടായി, സുവാർത്ത സുവാർത്ത. അതിനു ശേഷം ഖലീഫത്തുൽ മസീഹ് ഖാമിസിനെ ഞാൻ കണ്ടു. അദ്ദേഹം ഇംഗ്ലീഷിൽ പറയുന്നു, ഡോണ്ട് വറി. എനിക്കറിയില്ല ഈ വ്യക്തി ആരാണ് എന്നൊന്നും എനിക്കറിയില്ല. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് സ്വപ്നത്തിൽ ഇമാം മഹ്ദിയായി കാണിച്ചെന്ന വ്യക്തി ഇദ്ദേഹം തന്നെയായിരുന്നു. UK ജൽസയിൽ ഞാൻ പങ്കെടുത്തു. അപ്പോൾ ഖലീഫത്തുൽ മസീഹിനെ കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയായിരുന്നു. സ്വപ്നത്തിൽ കണ്ട അതേ വ്യക്തി തന്നെയാണ് ഇദ്ദേഹമെന്ന്. ഇത് യഥാർത്ഥ സത്യ ജമാഅത്താണ് എന്ന് എനിക്ക് മനസ്സിലായി. ബൈഅത്ത് ചെയ്ത് ഞാൻ ജമാഅത്തിൽ പ്രവേശിക്കുകയുണ്ടായി. ഫ്രാൻസിൽ നിന്നും ഒരു സുഹൃത്ത് വന്നിരുന്നു. ഞാൻ ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചത്. ഞാൻ മതപരമായി ഒന്നും ചെയ്യാറില്ല. ചർച്ചിൽ പോയപ്പോൾ മാതാപിതാക്കൾ നിർബന്ധിച്ചതിന്റെ ഫലമായി അവിടെ ഈസാ നബിയുടെ ബിംബത്തെ വെച്ചിരുന്നു. എനിക്ക് മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല, അള്ളാഹുവിനെ ആരാധിക്കും, അതല്ലെങ്കിൽ ഈ ബിംബത്തെ ആരാധിക്കും. ഏതൊരു അഹമ്മദിയുമായിട്ട് ഞാൻ ബന്ധപ്പെടുകയുണ്ടായപ്പോൾ അദ്ദേഹം ജമാഅത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നു. അങ്ങനെയുള്ള അതിനെക്കുറിച്ചുള്ള അറിവുകൾ നൽകി, ഇസ്ലാം തജ്ഞാനം വായിക്കാൻ നൽകി. ജൽസയിൽ ഞാൻ പങ്കെടുത്തു. ഇമാം ജമാഅത്ത് അഹമ്മദിയയുടെ പ്രസംഗം ഞാൻ കേട്ടു. അങ്ങനെ ഹൃദയം മാറി. ഞാൻ ജൽസയുടെ 3ാമത്തെ ദിവസം ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. ഒരു പ്രാദേശിക ഫ്രാൻസിസിയാണ് അദ്ദേഹം. ഹംഗറിയിൽ നിന്ന് വരുന്ന സംഘത്തിന്റെ ഇൻചാർജ് സദാഖത്ത് സാഹിബ് പറയുന്നു, ജർമ്മനിയിൽ ഒരു കുടുംബമുണ്ടായിരുന്നു. ഇന്റർനെറ്റിലൂടെ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് ജൽസയിൽ വരാൻ വേണ്ടി പറഞ്ഞു. ആദ്യം നിഷേധിച്ചു, കാരണം അവർക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് നല്ല കാഴ്ചപ്പാടായിരുന്നില്ല. അതുകൊണ്ട് അവർ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, പ്രശ്നമില്ല, നിങ്ങൾ വാ എന്ന് പറഞ്ഞപ്പോൾ വന്നു. അങ്ങനെ 3 ദിവസവും അദ്ദേഹം അവിടെ വന്നു. അതേപോലെ തന്നെ ഖുത്ബയും കേട്ടു. വളരെയധികം സ്വാധീനിക്കപ്പെടുകയുണ്ടായി. നമസ്കാരത്തിന്റെ അന്തരീക്ഷം അദ്ദേഹം കണ്ടു, അതും അദ്ദേഹത്തെ സ്വാധീനിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള ഒരു കാഴ്ച ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. വൈകുന്നേരം ഞാനുമായി മുലാഖാത്ത് നടത്തി, അതും അദ്ദേഹത്തെ സ്വാധീനിക്കപ്പെടുകയുണ്ടായി. ഞാൻ ക്രിസ്തീയ പാതിരിമാരോട് കാണാറുണ്ട്. അദ്ദേഹം പറയുകയാണ്, അവരുടെ വാക്കുകൾക്ക് ഒരു സ്വാധീനം ചെലുത്തപ്പെടാറില്ല. കാരണം അവരുടെ വാക്കുകൾ ഒരു ചെവിയുടെ ഞാൻ കേട്ട് മറ്റേ ചെവിയുടെ വിടുന്നു. എന്നാൽ ഖലീഫയുടെ വാക്കുകൾ എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരികയാണ്. പറയുന്നു,
कि जमात ഈ രാത്രി തന്റെ മകനെ അദ്ദേഹം ഫോൺ വിളിച്ചുകൊണ്ട് പറഞ്ഞ്, ജമാഅത്ത് അഹമ്മദിയുടെ നേതാവ് ഞങ്ങൾക്ക് സമയം നൽകി വളരെ സ്നേഹത്തോടെ വർത്തിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പേനയും മറ്റു കാര്യങ്ങളും നൽകുകയുണ്ടായി. അങ്ങനെ ഫോട്ടോ എടുപ്പിക്കുകയൊക്കെ ചെയ്തു. ശനിയാഴ്ച അദ്ദേഹത്തിന്റെ ഭാര്യ ലജ്നയുടെ ഹാളിൽ പോയിരുന്നു. ലജ്നകളുടെ സംവിധാനം കണ്ട് അത്ഭുതപ്പെടുകയുണ്ടായി. ലോഹർ അസർ നമസ്കാരങ്ങൾ സ്ത്രീകൾ നമസ്കരിക്കുന്നത് കണ്ട് അതും അത്ഭുതപ്പെടുത്തുകയുണ്ടായി അവരെ. അതിനുശേഷം പറയുന്നു, മുബല്ലിഗുമാരുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. 2-3 മുബല്ലിഗുമാരുമായിട്ട് ഇവർ സംസാരിച്ചിരുന്നു. ഇസ്ലാം അഹമ്മദിയത്തിനെ സംബന്ധിച്ച് വളരെ വിശദമായി അവർ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, ശനി ഞായർ ദിവസത്തിന്റെ ആ രാത്രിയിൽ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ റൂമിൽ അദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ രാത്രി 2 മണിക്ക് ഒരു ശബ്ദം വരികയാണ്, ഉസൂറിന് നമസ്കരിക്കുന്ന രീതിയിലുള്ള ശബ്ദം. അപ്പോൾ അത് കേട്ടപ്പോൾ എഴുന്നേറ്റിരുന്നു. അപ്പോൾ ആ ശബ്ദം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആര്യയെ വിളിച്ചു നിർത്തി ആ സ്വപ്നത്തെ സംബന്ധിച്ച് പറഞ്ഞു. അപ്പോൾ ആദ്യം ഇവര് എതിരായിരുന്നു, ജമാഅത്തിന്റെ എതിരാളികളായിരുന്നു. പിന്നീട് ഞായറാഴ്ച ബയ്യത്ത് നടന്നപ്പോൾ അവരെല്ലാം തന്നെ ബയ്യത്ത് ചെയ്യാൻ സമ്മതം പറഞ്ഞു. അങ്ങനെ ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിക്കുകയുണ്ടായി. ഫ്രാൻസിൽ നിന്ന് വരുന്ന ഒരു അറബ് അഹമ്മദി പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ ഒരു മുമ്പത്തെ ഒരു സ്വപ്നം പറയുകയാണ്. ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആലയുടെ വഫാത്തിന് മുമ്പ്, കുറച്ചു മുമ്പ് ഞാൻ സ്വപ്നത്തിൽ കേൾക്കുകയാണ്, ആരോ പറയുകയാണ്, യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയത മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. പിന്നീട് ഒരു യുവാവിനെ കാണുകയുണ്ടായി. അദ്ദേഹത്തെ സംബന്ധിച്ച് എനിക്ക് സ്വപ്നത്തിൽ പറയപ്പെടുകയാണ്, ഇത് നിങ്ങളുടെ പുതിയ ഖലീഫയാണ് എന്ന്. അതിനുശേഷം ഖലീഫത്തുൽ മസീഹ് റാബിന്റെ വഫാത്ത് നടക്കുകയുണ്ടായി. ഖിലാഫത്ത് തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ എനിക്ക് ആ സ്വപ്നം ഓർമ്മ വന്നു. ഞാൻ ഫോട്ടോ നോക്കിയപ്പോൾ താങ്കൾ തന്നെയായിരുന്നു അത്. സ്പെയിനിൽ നിന്നുള്ള മറാക്കിഷിൽ നിന്ന് വന്ന ഒരാൾ പറഞ്ഞു, മറാക്കിഷി അഹമ്മദി അൽ തയ്യീബ് അൽ ഫറാഷ സാഹിബിനോടൊപ്പം ഇദ്ദേഹം ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവം എന്നെ വളരെയധികം സ്വാധീനിച്ചു. എന്നാൽ പല മറാക്കിഷികളും അദ്ദേഹത്തെ പരിഹസിക്കുന്നത് ഞാൻ കണ്ടു. ഒരാൾ എന്നോട് ചോദിക്കുകയുണ്ടായി, നീയും കാദിയാനിയാണോ എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് കാദിയാനിയത്ത് എന്ന് പറഞ്ഞാൽ, തയ്യബ് അൽ ഫറാഷ സാഹിബ് കാദിയാനിയാണ് എന്ന് അവർ പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ പോയി ചോദിച്ചു തയ്യബ് സാഹിബിനോട്, കാദിയാനിയത്ത് എന്താണ് സാഹിബ് എന്ന്. അപ്പോൾ ജമാഅത്തിനെ കുറിച്ച് വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ MTN നോക്കി. അപ്പോൾ അതിലിരിക്കുന്ന ആളുകളുടെ മുഖത്തിൽ നിന്നും മനസ്സിലാകുന്നത് ഇവര് കള്ളന്മാരുടെ മുഖമല്ല, സത്യവാന്മാരാണ് എന്ന്. അപ്പോൾ ഞാൻ പിന്നെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ച് ഞാൻ ബയ്യത്ത് ചെയ്തു. ബയ്യത്തിന് ശേഷം ഞാൻ സ്വപ്നത്തിൽ കാണുന്നു, ഞാനും എന്റെ ഭാര്യയും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അത് എന്നോട് പറയുകയാണ്, കതക് മുട്ടിയപ്പോൾ താങ്കൾ കതക് തുറന്ന് ഞങ്ങളെ സ്വീകരിച്ചിരുത്തി. അങ്ങനെ പിന്നീട് നാം നമസ്കരിച്ചു, ബയ്യത്ത് ചെയ്തു. 4 വർഷം വരെ ഇദ്ദേഹം ഒറ്റക്കായിരുന്നു. ബയ്യത്ത് ചെയ്തതിനു ശേഷം ഇദ്ദേഹത്തെ പരിഹസിക്കാൻ തുടങ്ങി ജനങ്ങൾ. അവിടെ ജമാഅത്ത് ഉണ്ടായിരുന്നില്ല. കത്തും എനിക്ക് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിന് മറുപടിയായിട്ട് എഴുതുകയുണ്ടായി, നിങ്ങൾ ദുആ ചെയ്യൂ, റബ്ബി ലാ തസർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസിൻ എന്നുള്ള ദുആ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് അദ്ദേഹം പറയുന്നു. ഈ ദുആ അതിന്റെ അത്ഭുതം എന്ന് പറയട്ടെ, അള്ളാഹു 1-ൽ നിന്ന് 2, 2-ൽ നിന്ന് 4, അങ്ങനെ പിന്നീട് ഒരു ഫാമിലി അതിൽ ചേരുകയുണ്ടായി. ഇപ്പോൾ 11 അഹമ്മദികളുള്ള ഒരു ജമാഅത്ത് അവിടെ രൂപീകരിക്കുകയുണ്ടായി. ഒരു സുഹൃത്ത് ഇറ്റലിയിൽ നിന്നും വന്ന വ്യക്തിയാണ്. അവിടെ നമസ്കരിപ്പിക്കാറുണ്ടായിരുന്നു. ഇദ്ദേഹം ബയ്യത്ത് ചെയ്തപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ പരിഹസിക്കാൻ തുടങ്ങി. അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ അസ്വസ്ഥപ്പെടേണ്ട കാര്യം? ഇൻഷാ അല്ലാഹു തആല നിങ്ങളെ അള്ളാഹു മുഅ്മിനീങ്ങളെ നമസ്കരിപ്പിക്കാൻ നേതൃത്വം നൽകാനാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആദ്യം നിങ്ങൾ നമസ്കരിപ്പിച്ചിരുന്ന ആളുകൾ അവര് മുഅ്മിനല്ല. ഏതായിരുന്നാലും വളരെ നല്ല അന്തരീക്ഷത്തിൽ അവിടെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയുണ്ടായി. വളരെ നല്ല പ്രതികരണമായിട്ടാണ് എല്ലാവരും പോയത്. പ്രസ്, മീഡിയ നല്ല കവറേജ് നൽകിയിട്ടുണ്ട്. മസ്ജിദുകളുടെ ഉദ്ഘാടനം, ജൽസ സാലാനയുടെ പ്രോഗ്രാമുകൾ എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. 60-ൽ കൂടുതൽ വാർത്തകൾ വിവിധ ചാനലുകളിൽ വന്നിട്ടുണ്ട്. പത്രങ്ങളും 4 TV ചാനലുകൾ
4 റേഡിയോ സ്റ്റേഷനുകളിലും ഇത് വന്നിട്ടുണ്ട്. അവിടെയുള്ള ജമാഅത്തിന്റെ ഏകദേശ കണക്ക് ഇലക്ട്രോണിക് പ്രിന്റ് മീഡിയ മുഖേന ഏകദേശം 37 മില്യൺ ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിയിട്ടുണ്ട്. ഇതെല്ലാം പ്രത്യേകമായ അള്ളാഹുവിന്റെ സഹായങ്ങളാണ് കാണിക്കുന്നത്. ജൽസയെക്കുറിച്ചും പള്ളിയുടെ ഉദ്ഘാടനം, തറക്കല്ലിടൽ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അള്ളാഹുവിന്റെ ഫളിനെ നാം ഇതിലെല്ലാം കാണുന്നു. ഇനി ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് നമ്മെ പരിശോധനാ വിധേയമാക്കുന്നതാണ്. അള്ളാഹു ഏതെല്ലാം രീതിയിലാണ് തന്റെ സഹായവും സഹകരണവും കാണിക്കുന്നത് എന്നോർത്ത് നന്ദി കാണിക്കുന്നവരായി നാം മാറേണ്ടതാണ്. അതോടൊപ്പം നമ്മിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രവർത്തന ബലഹീനത ഈ ഫദ്ലുകളെ ലഭിക്കുന്നതിൽ നിന്നും നമ്മെ അകറ്റിക്കളയരുത്. മറ്റുള്ളവർക്ക് നമ്മുടെ ഗുണങ്ങളാണ് കാണുന്നത്, എന്നാൽ നമുക്ക് നമ്മുടെ ന്യൂനതകളും കുറവുകളും കാണണം. നമ്മുടെ പ്രവർത്തനങ്ങളെ നല്ലതാക്കാൻ ഏതു രീതിയിൽ കഴിയുമെന്ന് നാം ആലോചിക്കുകയും വേണം. പ്രത്യേകിച്ച് ഭാരവാഹികൾ, അവരിലും പ്രത്യേകിച്ച് നാഷണൽ ആമിലയിലെ ഭാരവാഹികൾ, കേന്ദ്ര ജോലിക്കാർ ഈ ആത്മപരിശോധന കൂടുതലായി നടത്തേണ്ടതാണ്. ജർമ്മനി അമീർ സാഹിബ് അവിടെയുള്ള ചില പോരായ്മകളെക്കുറിച്ചും ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും എഴുതിയതിനു ശേഷം എനിക്ക് എഴുതി ചില പോരായ്മകൾ പറ്റിയിട്ടുണ്ട്, അതിനായി ക്ഷമാപണം ചെയ്യുന്നു, മാപ്പ് ചോദിക്കുന്നു. ഇത് എഴുതിയാൽ മാത്രം പോരാ, വർഷം മുഴുവനും ഈ കാര്യങ്ങളെക്കുറിച്ച് പരിശോധന നടത്തേണ്ടതാണ്. അതിനുള്ള വ്യക്തമായ പരിഹാര നടപടികളും എടുക്കേണ്ടതാണ്. അല്ലാതെ ക്ഷമാപണം കൊണ്ട് ഫലമൊന്നുമില്ല. ക്ഷമാപണവും മാപ്പ് ചോദിക്കലും ഫലപ്രദമാകുന്നതല്ല. ഇസ്ലാഹാണ് വേണ്ടത്, ശരിയായ പരിശ്രമമാണ് വേണ്ടത്. അവിടെയുള്ള ഒരു ജേർണലിസ്റ്റ് എന്നോട് ചോദിച്ചു, അവർ മെസഡോണിയയിൽ നിന്നാണ് വന്നിരുന്നത് എന്ന് തോന്നുന്നു, താങ്കൾക്ക് ജൽസയിലെ എല്ലാ ഒരുക്കങ്ങളിലും സംതൃപ്തനാണോ? അവരുടെ നിയ്യത്ത് എന്തായിരുന്നു എന്ന് അള്ളാഹുവിനെ അറിയാവൂ. ഒരുപക്ഷെ ചില പോരായ്മകളിലേക്ക് വിരൽ ചൂണ്ടാനാണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. 100% തൃപ്തനാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മറ്റു ചോദ്യങ്ങൾ ചോദിച്ചേനും. ഞാൻ അവർക്ക് നൽകിയ മറുപടി ഇതാണ്: പുരോഗതിയിലേക്ക് നീങ്ങുന്ന സമൂഹം മെച്ചപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. കുറച്ചുപേരുടെ സ്തുതിവാക്കുകൾ കേട്ട് നാം ചെയ്യേണ്ടതെല്ലാം ചെയ്തു, വളരെ നല്ല പരിപാടിയായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ബാഹ്യമായ കുറവുകളെ നമുക്ക് മറക്കാനും കഴിയില്ല. അത് അവഗണിക്കരുത്, അവഗണിക്കാവുന്നതുമല്ല. ഏതായിരുന്നാലും അവർ നിശബ്ദരായി സൗണ്ട് സിസ്റ്റത്തിന്റെ പ്രശ്നമെടുക്കുക. 2-3 പ്രാവശ്യം അവിടെ പ്രശ്നം വന്നു. അതെല്ലാം എന്റെ പ്രോഗ്രാമിലായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, സൗണ്ട് സിസ്റ്റം മോശമായത് നിങ്ങളും കണ്ടതല്ലേ? ഇതിനുശേഷം അടുത്ത ചോദ്യം അവർ ചോദിച്ചില്ല. ഒരുപക്ഷെ മിണ്ടാതിരുന്നത് സ്വന്തം ന്യൂനതകൾ ഇവർ തന്നെ എടുത്തു പറയുന്നുണ്ടല്ലോ എന്നോർത്തായിരിക്കാം. ഒരു ജോലിയിലും 100% പെർഫെക്ഷൻ വരില്ല എന്നത് ശരിയാണ്. എന്നാൽ അതിനെ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. സൗണ്ട് സിസ്റ്റത്തിൽ തകരാറ് വരാൻ കാരണം തികച്ചും അശ്രദ്ധയാണ്. ഞാൻ ഒരു ദിവസം മുമ്പേ ജോലിക്കാരോട് സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നത്, വല്ല ന്യൂനതയും നിങ്ങളുടെ പ്രവർത്തനത്തിൽ വരികയാണെങ്കിൽ മാഷാ അല്ലാഹ്, അവിടുത്തുകാർ പൊതുവിൽ നല്ല പരിചയസമ്പന്നരാണ്, അത് അശ്രദ്ധ കാരണമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ചെറിയ ചെറിയ ജോലിയെപ്പോലും നിസ്സാരവൽക്കരിക്കരുത്. എന്നാൽ അഫ്സർമാർ മനസ്സിലാക്കിയത് ഇത് നമുക്കല്ല, ജോലിക്കാർക്കുള്ള നിർദ്ദേശങ്ങളാണ് എന്നായിരിക്കും. ഇത് കാരണമാണ് ഈ തകരാറുകളെല്ലാം സംഭവിച്ചത്. അന്വേഷണത്തിന് ശേഷം പുറത്തു വന്ന കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് അവിടെ കാണിച്ച അലംഭാവം അശ്രദ്ധ കാരണമാണ്. അതൊരു വലിയ അപകടത്തിനു വരെ കാരണമാകുമായിരുന്നേനെ. കറണ്ടിന്റെ പോയിന്റുകളെ യാതൊരു സുരക്ഷയുമില്ലാതെ വിട്ടിരിക്കുകയാണ്. അത് കാരണം ആരോ വന്ന്
ലൗഡ് സ്പീക്കറിന്റെ പ്ലഗ് ഊരിക്കളഞ്ഞു. അത് കാരണം ശബ്ദം നിലച്ചു. ഇത് നിസ്സാര കാര്യമല്ല. ജൽസയുടെ സംഘാടകർക്ക് अपने लोड का भी पता होना चाहिए कि बिजली का कितना लोड हमारे पास है. തങ്ങൾക്ക് എത്ര ലോഡ് കറന്റ് വേണം എന്ന് അറിഞ്ഞിരിക്കണം. കൂടുതൽ വല്ലതും നമുക്ക് ഇവിടെ ചേർക്കാൻ പറ്റുമോ എന്നറിയണം. അവിടെ പ്ലഗിൽ കുത്തി ചായ ഉണ്ടാക്കാനുള്ള സംവിധാനം ചെയ്യുകയാണ് ചെയ്തത്. സൗണ്ട് സിസ്റ്റത്തിന്റെ അതേ പ്ലഗിൽ ആണ് ചായ ഉണ്ടാക്കിയത്. അത് കാരണം ഒരു ഫ്യൂസ് പോയി. ഒരിക്കൽ ശബ്ദം നിലക്കാനുള്ള കാരണം ഇതായിരുന്നു. ഞാൻ സൂക്ഷ്മത പാലിക്കാൻ പലപ്പോഴായി പറയുന്നതാണ്. സെക്യൂരിറ്റിയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. ഏറ്റവും വലിയ സെക്യൂരിറ്റി പോയിന്റ് ഫ്യൂസ് ബോക്സ്, പ്ലഗ് കണക്ഷൻ മുതലായവയാണ്. യുകെയിലും ജൽസ നടക്കാൻ പോവുകയാണ്. ഇവരും ശ്രദ്ധിക്കുക, പൂർണമായ സെക്യൂരിറ്റി വേണം 24 മണിക്കൂറും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അതായത് മെയിൻ പന്തലിൽ കറന്റിന്റെ പോയിന്റ് ഉണ്ടെങ്കിൽ അവിടെ വേണം. ചായ ഉണ്ടാക്കണമെങ്കിൽ മറ്റു സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരിക ജോലിക്കാർക്ക് വേണമെങ്കിൽ. അമീർ സാഹ് ജർമ്മനി ഒരു മറുപടി പറഞ്ഞത്, അടുത്ത വർഷം സൗണ്ട് സിസ്റ്റത്തിന്റെ ഈ കമ്പനിയെ ഞങ്ങൾ മാറ്റുന്നതാണ്. അവരുടെ അശ്രദ്ധയാണ്. ഇതെല്ലാം തന്നെ കുട്ടികളുടെ മറുപടിയാണ്. നാം അശ്രദ്ധ കാണിക്കുകയാണെങ്കിൽ ഇത് തന്നെയായിരിക്കും ഫലം ഉണ്ടാവുക. ഓരോ കാര്യത്തെക്കുറിച്ചും സമ്പൂർണ്ണ അനുസരണം പുലർത്തുന്നില്ലെങ്കിൽ, കാര്യങ്ങൾ കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, അതുവരെ ഇങ്ങനെയൊക്കെയാണ് നടക്കുക. ചെറിയ ചെറിയ ന്യൂനതകൾ, അശ്രദ്ധകൾ മുമ്പിൽ വരുന്നതാണ്. ബയ്യത്തിന്റെ സമയത്തും ശബ്ദം ശരിയായില്ല. അതിനും പല ഒഴികഴിവ് പറയുന്നുണ്ട്. ബയ്യത്തിന്റെ വചനം ഞാൻ വീണ്ടും ആവർത്തിക്കുകയുണ്ടായി എന്നത് നന്നായി. ലോകത്ത് നിന്ന് ഉടനെ ഫാക്സുകൾ വരാൻ തുടങ്ങി. താങ്കൾ വാക്കുകൾ ആവർത്തിച്ചത് നന്നായി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശബ്ദം എത്തിയിരുന്നില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാനികൾ പറയുന്നത് ബയ്യത്ത് ചെയ്യുമ്പോൾ പൊതുവിൽ ഇംഗ്ലീഷിലാണ് ചൊല്ലിക്കൊടുക്കാറുള്ളത്. ഉറുദുവിൽ ബയ്യത്ത് വളരെ കുറവായിരിക്കും. ഉറുദുവിലെ ബയ്യത്ത് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അവരുടെ ഭാഗത്തു നിന്നാണ് ഇതിനെക്കുറിച്ചുള്ള കുറെ കത്തുകൾ വന്നത്. ഏതായാലും ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഇതേപോലെ ജർമ്മനിയെ സംഘാടകരോട് ഭക്ഷണകാര്യത്തിൽ ഞാൻ ക്ഷണിച്ചിരുന്നു. എനിക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവിടെ ഉപയോഗിച്ച റൊട്ടിയിൽ എഴുതിയിരുന്ന ഡേറ്റ് എക്സ്പയർ ആയിരുന്നു എന്നുള്ളതാണ്. ഈ കാര്യത്തെക്കുറിച്ചും അന്വേഷണ റിപ്പോർട്ട് എനിക്ക് നൽകേണ്ടതാണ്. ഈ കുറവുകളും ന്യൂനതകളും മുമ്പിൽ വന്നതും ഇതേപോലെ ജോലിക്കാരോട് അന്വേഷിച്ച് മറ്റു കുറവുണ്ടെങ്കിൽ അതും കണ്ടെത്തുക. ഒരു റെഡ് ബുക്ക് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഇവയെല്ലാം രേഖപ്പെടുത്തുക. എല്ലാ കുറവുകളും ന്യൂനതകളും എഴുതണം. ഇത് നോക്കി അടുത്ത വർഷം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. അത് വായിക്കുകയും വേണം. എഴുതിയാൽ മാത്രം പോരാ. വർഷം മുഴുവനും ഇതിനെ മെച്ചപ്പെടുത്താൻ എങ്ങനെ കഴിയും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ഏതായിരുന്നാലും കർമ്മപരമായ രംഗത്ത് വരിക. അപ്പോഴാണ് ഇത് ശരിയാവുക. പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. ശ്രദ്ധയുണ്ടെങ്കിൽ എല്ലാം നടക്കും. കാനഡയിലെ ജമാഅത്തിനും ഒരു വർഷം ഇതെല്ലാം ഇങ്ങനെയായിരുന്നു. ഞാൻ അവരുടെ ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ അവർ ശ്രദ്ധിച്ചു. അത് പ്രവർത്തന പദത്തിൽ കൊണ്ടുവന്നു. ഇപ്പോൾ അവിടെ വളരെ നല്ല സംവിധാനമാണെന്ന് ആളുകൾ എഴുതുന്നു. അവർ കാര്യങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തതാണ് അതിന്റെ കാരണം. അതിനായി അവർ പരിശ്രമിച്ചു. ജർമ്മനിക്കാർ ഈ രീതി അനുസരിച്ച് പ്രവർത്തിച്ചാൽ ഇൻഷാ അല്ലാഹ് മെച്ചപ്പെടുന്നതാണ്. പൊതുവിലുള്ള ജോലിക്കാരും ജമാഅത്ത് അംഗങ്ങളും അസ്വസ്ഥരായി എഴുതുന്നു. ഇനിയും എഴുതും. എന്നാൽ നാഷണൽ ഭാരവാഹികൾ തങ്ങളുടെ പുറന്തോടിൽ നിന്നും പുറത്തു വരേണ്ടിയിരിക്കുന്നു. അവർ പുറത്തു വരിക. തങ്ങളെ ഓഫീസറായി കരുതാതെ സേവകരായി കരുതി ജമാഅത്തിന് വേണ്ടി സേവനം ചെയ്യുക. ഈ ഒരു ചിന്തയാണ് നിങ്ങളിൽ ഉണ്ടാക്കേണ്ടത്. എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ അല്ലാഹു. ഏതേതെല്ലാം രീതിയിൽ വിജയങ്ങൾ ജമാഅത്തിന് ലഭിക്കുന്നുണ്ടോ അത് അള്ളാഹുവിന്റെ ഫضലായി കണക്കാക്കുക. അതുമായി ബന്ധപ്പെടുത്തുക. വിനയവും എളിമയും അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കുന്നതിൽ മുന്നേറാൻ ശ്രമിക്കുക. അള്ളാഹു എല്ലാ ഭാരവാഹികളിലും ഈ ഒരു ആത്മാവ് ഉണ്ടാക്കട്ടെ. നാം അള്ളാഹുവിന്റെ ഫضലിനെ മുമ്പത്തേക്കാൾ ഉപരി
കരസ്ഥമാക്കുന്നവരായി മാറട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.